السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് എന്നെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയെ സംബന്ധിച്ചാണ് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ നുബുവത്തിന്റെ തെളിവായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒരു പ്രവാചകൻ അദ്ദേഹം പ്രവാചകനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു അവരിലൂടെ പ്രകടമാക്കുന്ന അത്ഭുത സംഭവങ്ങൾക്കാണ്, അല്ലെങ്കിൽ അത്ഭുതകരമായ കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്തുകൾ എന്ന് നമ്മൾ സാധാരണ പറയാം. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അശക്തമാക്കുന്നതെന്ന്. ആജസ എന്ന് പറഞ്ഞാൽ അശക്തമാക്കി എന്നർത്ഥം. മറ്റുള്ളവരെ എല്ലാവരെയും അശക്തരാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ, ഇതിന് വെല്ലുവിളിക്കാൻ, ഇതിന് സമാനമായ മറ്റൊന്ന് അവതരിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ് മുഅ്ജിസത്ത് എന്ന പദം പ്രയോഗിക്കാറുള്ളത്. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളിലും മുഅ്ജിസത്ത് എന്ന പദമില്ല, ആയത്തുകൾ എന്നാണ്. ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ എന്ന പദമാണ്. വേണം പറയാം. ആയാത്തുകൾ എന്ന പദമാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഇത്തരം ആയത്തുകൾ, ഇത്തരം മുഅ്ജിസത്തുകൾ ഒരുപാട്, 100-ലധികമുണ്ട്. ചില ആളുകൾ ഒരുപാടെണ്ണം പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്ന സംഭവം, പ്രവാചകന്റെ കയ്യിലൂടെ വെള്ളം വന്ന സംഭവം, അതേപോലെ തന്നെ ഭക്ഷണം അധികരിച്ച സംഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തോട് സംസാരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ പ്രവാചകന് വേണ്ടി കരഞ്ഞത്, അതുതന്നെ ഒരുപാട് സംഭവങ്ങൾ. പ്രവാചകന് വേണ്ടി 2 മരങ്ങൾ തമ്മിൽ അടുത്തേക്ക് വന്നു, പ്രവാചകന് മറയായി നിന്നത്, ഇങ്ങനെ ഒട്ടനവധി അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ അത്ഭുതങ്ങളെല്ലാം കവച്ചു വെക്കുന്നതും കാലാകാലത്തേക്കുമുള്ള മുഅ്ജിസത്തായിക്കൊണ്ടും അള്ളാഹു ഇറക്കിയത് വിശുദ്ധ ഖുർആനെയാണ്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ചില മുഅ്ജിസത്തുകളായിരുന്നു. ചന്ദ്രൻ പിളർന്ന സംഭവമാണെങ്കിലും അത് കുറച്ച് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രവാചകന്റെ കയ്യിലൂടെ വെള്ളം വന്നു, അതുപോലെ തന്നെ ഭക്ഷണം വർദ്ധിച്ചു. ഇതെല്ലാം തൽക്കാലത്തേക്കുള്ള പ്രവാചകന്റെ ചില മുഅ്ജിസത്തുകളാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ആ കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള മുഅ്ജിസത്താണ്. പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തും അതാണ്. ഈ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്. അതാണ് ശരിക്ക് അമാനുഷികം എന്ന് പറഞ്ഞാൽ. ആ പദത്തിന്റെ അർത്ഥം മനുഷ്യന്മാർക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ മനുഷ്യന്മാരെ അശക്തമാക്കുന്നതാണെങ്കിലും, മനുഷ്യന്മാരെ മാത്രമല്ല
ലോകത്തുള്ള ഒരു സൃഷ്ടിക്കും അതിന് സമാനമായി കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്നതിന്റെ അർത്ഥം. ഈ വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയ്ക്ക് 15 തെളിവുകളാണ്, 15 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാടുണ്ട്. ഇമാം ഖുർത്തുബിക്ക് 100-ലധികം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തെളിവുകൾ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ എന്താ ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. സൂറത്ത് സജ്ദയിൽ 2-ാമത്തെ ആയത്തിൽ കാണാം, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ കിതാബ് അവതരിപ്പിക്കപ്പെട്ടത് പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്നാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ആവശ്യമില്ല. ഇത് വളരെ കൃത്യമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ആ വേദഗ്രന്ഥത്തിനും സംശയമില്ല. ഇനി ആ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംശയിക്കാൻ വകുപ്പില്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ്, ഇതൊരു പ്രസ്താവന വിശുദ്ധ ഖുർആൻ നടത്തിയിട്ട് ആ വിശുദ്ധ ഖുർആൻ നടത്തി അങ്ങോട്ട് പോവില്ല. അതിന് കൃത്യമായ തെളിവുകളും മാനദണ്ഡങ്ങളും കൃത്യമായിട്ടുള്ള ബയ്യിനാത്തുകൾ, വ്യക്തമായ തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു നിരത്തുന്നുണ്ട്. അതിലൊന്ന്, ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നാണ് എന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ തെളിവായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അതിൽ പൂർവോപരി കാര്യങ്ങളിൽ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, 23 വർഷക്കാലഘട്ടത്തിനിടക്ക് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിലും സമാധാനത്തിന്റെ സന്ദർഭത്തിലും സന്ധിയുടെ സന്ദർഭത്തിലും എന്നുവേണ്ട വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ, വിവിധങ്ങളായ അവസ്ഥകളിൽ, വിവിധങ്ങളായ കാരണങ്ങളുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെയും. ഈ ആയത്തുകൾ 23 കൊല്ലത്തിനിടക്ക് ഈ ഇറങ്ങിയ ആയത്തുകൾ പൂർവോപരി അഥവാ ആദ്യത്തേതിനും അവസാനത്തിനും, അവസാനത്തിന് ആദ്യത്തിനും, മധ്യത്തിന് അവസാനത്തിനുമുള്ള ഒരു വൈരുദ്ധ്യം പോലും ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തു നിസായിലെ 82-ാമത്തെ ആയത്തിൽ അഫലാ തദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. നിങ്ങൾ എന്താണ് ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? അവരെന്തുകൊണ്ടാണ്, സത്യനിഷേധികളായ ആളുകൾ എന്താണ് ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? ഈ ഖുർആനെ പറ്റി ചിന്തിക്കേണ്ട എന്താണ്? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീ ഇഖ്തിലാഫൻ കസീറ. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആയിരുന്നില്ല ഈ ഖുർആനെങ്കിൽ തീർച്ചയായിക്കൊണ്ടും അവർക്കതിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതാൻ, ആ പുസ്തകം എഴുതുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അത് 2-ാമത്തെ എഡിഷനും 3-ാമത്തെ എഡിഷനൊക്കെ നമ്മൾ ആമുഖം വായിച്ചു നോക്കി കാണാം, ആദ്യ പതിപ്പിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഇതിൽ വരുത്തിയിട്ടുണ്ട്, ആദ്യ പതിപ്പിൽ വന്ന തെറ്റുകൾ ഇതിൽ തിരുത്തിയിട്ടുണ്ട്, ആദ്യ പതിപ്പിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നിങ്ങനെ ഏത് പുസ്തകത്തിന്റെയും ആമുഖത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ 14 നൂറ്റാണ്ടായി സമൂഹത്തിൽ ഈ പുസ്തകത്തിൽ ആദ്യ പതിപ്പിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്നതിൽ ഉണ്ടാവില്ല, ആദ്യ പതിപ്പിൽ ഇല്ലാത്ത ചില തിരുത്തുകളിൽ വരുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല, ആദ്യ പതിപ്പിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ലാദിക്കൽ കിതാബു ലാ റൈബ ഫീ, അത് സംശയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്നതിന് ഒന്നാമത്തെ തെളിവ് എന്താ വെച്ചാൽ 23 കൊല്ലക്കാലഘട്ടത്തിന് ഇടയ്ക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിന്റെ ആദ്യവും അവസാനവും, മധ്യവും അവസാനവും, ആദ്യവും മധ്യവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കുറെ ആയത്തുകൾ ചില ആൾക്കാർ കൊണ്ടുവരലുണ്ട്. വിശുദ്ധ ഖുർആൻ കുറച്ച് അങ്ങനെ പറഞ്ഞു, കുറച്ച് ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ സാധാരണ യുക്തിവാദികളും മറ്റൊക്കെ പറഞ്ഞതാണ്, ഇപ്പൊ ഫിറഔനുമായി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഭവം. ഫിറഔൻ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി കൽപ്പന കൊടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതിന് ശേഷമാണ് എന്നൊരു സ്ഥലത്ത് പറയുന്നു.
വേറെ സ്ഥലത്ത് ജനിക്കുന്നതിന് മുമ്പാണെന്നും പറയുന്നു. അപ്പോ ഇത് സാധാരണയായിക്കൊണ്ട് ശത്രുക്കൾ പറയാറുണ്ട്. കണ്ടോ, ഒരു സ്ഥലത്ത് പറയുന്നു ഫിറഔൻ കൽപ്പന കൊടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന മുമ്പാണ്. വേറെ സ്ഥലത്ത് പറയുന്നു ഫിറഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതിന് ശേഷമാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും വൈവിധ്യമാണ്. എന്ന് പറഞ്ഞാൽ ഫിറഔൻ രണ്ട് സമയത്തും കൽപ്പന കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പും അയാൾ കൽപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലാൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പും കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതിന് വൈരുദ്ധ്യം എന്നല്ല പറയാം, അതിന് വൈവിധ്യം എന്ന് പറയാം. ഈ വിശുദ്ധ ഖുർആനിലെ വൈവിധ്യങ്ങളാണ് പല ആളുകളും വൈരുദ്ധ്യങ്ങളായിക്കൊണ്ട് എന്ത് ചെയ്യാറുള്ളത്, ഉയർത്തി കാണിക്കാറുള്ളത്. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ചില സ്ഥലത്ത് പറഞ്ഞു മലക്കുൽ മൗത്താണ് മരിപ്പിക്കുക എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് തൗഫത്ത് റുസുലന എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് പറഞ്ഞു അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ എന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പറഞ്ഞു അള്ളാഹ് മരിപ്പിക്കണം എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് മലക്കുകളാണ് മരിപ്പിക്കണം എന്ന് പറഞ്ഞു. ഒരുപാട് മലക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. വേറെ സ്ഥലത്ത് പറഞ്ഞു മലക്കുൽ മൗത്താണ് മരിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇത് വൈരുദ്ധ്യമായി പല ആളുകളും പറയാറുണ്ട്. ഇതായത് വൈരുദ്ധ്യം നേരത്തെ പറഞ്ഞ വൈവിധ്യമാണ്. അള്ളാഹു ആണ് കൽപ്പന കൊടുക്കുന്നവൻ, അതുകൊണ്ട് അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ എന്ന് പറഞ്ഞു. തവഫത്ത് റുസുല എന്ന് പറഞ്ഞാൽ ആ മലക്കുൽ മൗത്തിന്റെ കൂടെ ഒരുപാട് മലക്കുകൾ ഉണ്ടാവും, ഹദീസിലുണ്ടല്ലോ. പക്ഷെ റൂഹ് ഏറ്റെടുക്കുന്നത് മലക്കുൽ മൗത്താണ്. അപ്പൊ ഇത് മൂന്നും ഉണ്ട്. മലക്കുൽ മൗത്തിന് റോളുണ്ട്, മലക്കുകൾക്ക് റോളുണ്ട്, അള്ളാഹ്ക്ക് റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ കാണാൻ കഴിയും. ഇത് ഒരിക്കലും വൈരുദ്ധ്യമല്ല, വൈവിധ്യം എന്നാണ് ഇതിന് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു നിലക്ക് നോക്കിയാലും ഒരു വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചില സ്ഥലത്ത് തീര എന്ന് പറഞ്ഞു, ചില സ്ഥലത്ത് തുറാബ് എന്ന് പറഞ്ഞു, ചില സ്ഥലത്ത് ഹമവും മസ്നു എന്ന് പറഞ്ഞു. ഇതൊന്നും വൈരുദ്ധ്യം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ചില വൈവിധ്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്ന് രണ്ടാമത്തെ തെളിവ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ സംശയമുണ്ടെങ്കിൽ ഇതുപോലത്തെ നിങ്ങളൊന്ന് കൊണ്ടുവരും. 3 ഘട്ടമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അങ്ങനെ വെല്ലുവിളിച്ചത്. അതായത് വിശുദ്ധ ഖുർആന്റെ സംശയങ്ങളുള്ള ആളുകളോട് വിശുദ്ധ ഖുർആൻ മൂന്ന് തരം വെല്ലുവിളി നടത്തി. ഒന്നാമത്തെ സൂറത്തു ഹൂദിലാണ്, അം യഖൂലൂന ഇഫ്തറ. സൂറത്തു ഇസ്രായേലാണ് ആദ്യത്തെ. ഇസ്രായേൽ 88-ാമത്തെ ആയത്ത്. ആദ്യത്തെ വെല്ലുവിളി വക്കത്തെ മുശ്രിക്കുകളും ലോകത്തുള്ള മുഴുവൻ മുശ്രിക്കുകളോടും, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. നബി, നിങ്ങൾ ആളുകളോട് പറയണം, ജിന്നുകളും മനുഷ്യന്മാരും തമ്മിൽ ഒരുമിച്ച് കൂടിയാലും ഈ ഖുർആൻ പോലത്തെ ഒരു ഗന്ധം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ ഖുർആൻ പോലത്തെ പറഞ്ഞാൽ മുഴുവൻ ഖുർആനാണ് ഉദ്ദേശം. ഇപ്പൊ 114 സൂറത്തുകളുള്ള 6000 ചില്ലാനും ആയത്തുകളുള്ള ഈ ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരാൻ മനുഷ്യന്മാരും ജിന്നുകളും ഒരുമിച്ചാലും കഴിയില്ല എന്ന്. അപ്പൊ ജിന്നുകൾക്കും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പോലത്തെ ഒന്ന് പറയാനും കൊണ്ടുവരാനും സാധിക്കൂല. അപ്പൊ ഈ വെല്ലുവിളി വിശുദ്ധ ഖുർആൻ ആദ്യം നടത്തി. അങ്ങനെ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചപ്പോൾ അവര് പല ആളുകളെയും സമീപിച്ചു, ഇതിന് മറുപടി പറയാൻ വേണ്ടി പരിശ്രമിച്ചു. അവർ കഠിനാധ്വാനം നടത്തി, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ രണ്ടാം ഘട്ടം വിശുദ്ധ ഖുർആൻ വെല്ലുവിളി ലഘൂകരിച്ചു കൊടുത്തു. അപ്പൊ ഖുർആൻ മുഴുവൻ കൊണ്ടുവരാനല്ലോ, 30 ജുസ് കൊണ്ടുവരാനല്ലോ പറഞ്ഞ് 30 ജുസ് വേണ്ട. സൂറത്ത് ഹൂദിലെ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അം യഖൂലൂന ഇഫ്തറ ഖുൽ ഫഅതു ബിഅശ്രി സൂവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്. ഇപ്പൊ നിങ്ങൾ 114 സൂറത്ത് കൊണ്ടുവരണ്ട, 114 ഒറ്റടിക്ക് 10 കുറച്ചു കൊടുത്തു. ഫഅതു ബിഅശ്രി സൂവരിൻ മിസ്ലിഹി 10 സൂറത്തുകൾ കൊണ്ടുവരും, മുഫ്തറയാത്ത് വ്യത്യസ്തമായ രൂപത്തിലുള്ള. അപ്പൊ 114 വേണ്ട, ഒരു 10 കൊണ്ടുവരും. അതിന് സാധിക്കൂല എന്നുണ്ടപ്പോ മൂന്നാമത്തെ വെല്ലുവിളി സൂറത്ത് ബഖറയിൽ, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഒരു സൂറത്ത് കൊണ്ടുവരും. അപ്പൊ 114 നിന്ന് 10 കുറച്ച്, 10 ഒരു സൂറത്ത് കുറച്ച്. അപ്പൊ ആ വെല്ലുവിളി ഇന്നും നിൽക്കുകയാണ്. ഇനി ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സൂറത്ത് കൊണ്ടുവരാം, 10 കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്ക് 10 കൊണ്ടുവരാം, 114 കൊണ്ടുവരാൻ കഴിയുന്ന ആൾക്ക് 114 കൊണ്ടുവരാം. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇതിന് പകരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പൊ ഈ
ക്രിസ്ത്യാനികളുടെ ഈ ക്രിസ്ത്യൻ മിഷനറിമാരുടെ സൈറ്റിലൊക്കെ കയറിയൊക്കെ കാണാം. നിങ്ങളാരും കയറിയൊക്കെ കാണാൻ കഴിയുന്നത് വെച്ചാൽ ഈ ഖുറാനെ പോലത്തെ ഖുറാൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ കഴിയും. അതിന്റെ ആ ഒറ്റ വാചകം അറബി ഭാഷ വായിക്കുന്ന ആളുകൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും അത് ഉടായിപ്പാണെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വിശുദ്ധ ഖുറാൻ വെല്ലുവിളിച്ചത് ഒരായത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടില്ല, ഒരു സൂറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. ഒരു സൂറത്തിൽ ഏറ്റവും ചുരുങ്ങി എത്ര ആയത്തുണ്ട്? 3 ആയത്തുണ്ട്. 3 ആയത്തിൽ എത്ര സൂറത്ത് ഖുറാനിലുണ്ട്? 3 സൂറത്തുണ്ട്. 3 ആയത്തിലുള്ള 3 സൂറത്ത് ഖുറാനിലുണ്ട്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 3 സൂറത്ത് 3 ആയത്തെങ്കിലും കൊണ്ടുവരണം. അതെന്താ ഒരായത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കാഞ്ഞ്? ഒരായത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കാൻ പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയും. കാരണം ഖാഫ് ഒരായത്താണ് ഖുറാനിന്റെ. ഒരാൾ പറയാം ബാ എന്ന് പറഞ്ഞാൽ ആവൂലേ? അപ്പൊ അതല്ല 3. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ 3 ആയത്തുകൾ കൂടുമ്പോഴാണ് ഖുറാന്റെ ഒരു ആശയം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ ഒരു ആശയം കംപ്ലീറ്റ് ആകും, പൂർണ്ണമാകപ്പോഴാണ് ഏറ്റവും ചുരുങ്ങുന്ന 3 ആയത്തുകളെങ്കിലും ഉണ്ടാകുമ്പോഴാണ് എന്ന് അതെല്ലാ ആയത്തുകളെ സംബന്ധിച്ച് ബാധകമല്ല, ചില സന്ദർഭങ്ങളിൽ ബാധകം. ഏതായിരുന്നാലും 3 ആയത്തുകളുള്ള ഒരു സൂറത്തുകൾ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് അറബി സാഹിത്യത്തിലെ മുടിചൂടാ മന്നന്മാരായി വിലസിയിരുന്ന ആളുകളാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം മക്ക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഖുറാന്റെ സൂറത്ത് മക്കി എടുത്തു നോക്കിയാൽ തന്നെ കാണാം അതിന്റെ സാഹിത്യ ഭംഗി എത്രമാത്രം ഉണ്ട്. മദനി സൂറത്തുകൾ അങ്ങനെ സാഹിത്യ ഭംഗി കുറവാണ്, ആശയ സമ്പുഷ്ടത ഉണ്ടാകുക. സാഹിത്യം ഇല്ലെന്നല്ല, മക്കി സൂറത്തുകൾ അപേക്ഷിച്ച് അതിന്റെ ഭാഷാഘടനയും ബലാഗയും സാഹിത്യ ഭംഗിയൊക്കെ താരതമ്യേന കുറവാണ് ഇവിടെ മദനി സൂറത്തുകൾ. കാരണം ആ അറബി നാട്ടിൽ മക്ക രാജ്യം എന്ന് പറഞ്ഞാൽ അത്രയും സാഹിത്യ സംഭവം. അവിടെ കവിത കൊണ്ടാണ് യുദ്ധം ചെയ്യല്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ നാട്ടില് അറബികൾ യുദ്ധം ചെയ്യാറുണ്ട്. പക്ഷെ ഓരോ നാട്ടിലും ഓരോ കബീലക്ക് ഓരോ ഗോത്രത്തിനും ഒരു കവി ഉണ്ടാവും, ആസ്ഥാന കവി എന്നൊക്കെ പറഞ്ഞോള്. എന്നിട്ട് ഈ കവിക്കളെ പണി എന്ന് വെച്ചാൽ ഇയാൾക്ക് കണ്ടമാനം പൈസ ഇട്ടും മറ്റു ഗോത്രക്കാരെന്ത് ചെയ്യുക, ഹജാവ് ചെയ്യുക, അധിക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതുക. എന്നിട്ട് ആ കവിത കാബന്റെ കില്ലുമേ തൂക്കിയിടുക. അപ്പൊ മറ്റൊരു ഇത് കാണുമ്പോൾ ഇതിന് മറുപടി ചെയ്തിട്ട് അപ്പുറത്ത് തൂക്കിയിടും. അങ്ങനെ സെബുൽ മുഅല്ലഖാത്തുകളൊക്കെ ഉണ്ടായത്. മുഅല്ലഖാത്തുകൾ എന്ന് പറഞ്ഞാൽ അറബി സാഹിത്യത്തിൽ ഇന്നും ക്ലാസിക്കലായിക്കൊണ്ടുള്ള ഏറ്റവും വലിയ സംഗതികളാണ്. ഇംറു ഖൈസിന്റെ മുഅല്ലഖ ഒരുപാട് തോന്നിയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അറബി സാഹിത്യത്തിൽ ഇന്നും ഇതിൽ സ്ഥാനമുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ഖുറാൻ പറഞ്ഞ് ഫതൂബി സൂറത്ത് മിമിത്ലി, നിങ്ങൾ ഒരു സൂറത്ത് ഇതുപോലത്തെ കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്ന ആർക്കും വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ നമ്മളെപ്പോലത്തെ ആൾക്കാരല്ല. നമ്മളെപ്പോലത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് കവിതകൾ മനഃപ്പാടമുള്ള ആളുകളാണ്. ഈ കവിതകൾ മനഃപ്പാടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിഫ്ദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഭാഷാ നൈപുണ്യത്തിന്റെ അടയാളാണ്. ഒരു മലയാളം നല്ല ഭാഷയിൽ സംസാരിക്കാനും എഴുതാനും കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഭാഷയിൽ ഒരുപാട് കവിതകളും ഒരുപാട് ഉദ്ധരണികളും ഒരുപാട് സംഗതികളൊക്കെ ഹിഫ്ദ് വേണം. അല്ലെങ്കിൽ അയാളെ കണ്ണിലൂടെ കടന്നു പോകുക, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയെങ്കിലും വേണം. അപ്പോഴേ അയാൾക്ക് ഭാഷ ഉണ്ടാവുള്ളൂ. ഈ മലയാളമൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കവിതകൾ പഠിക്കാനുണ്ടാവും. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ ഒരുപാട്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഹിഫ്ദാക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ ഗുണനപ്പട്ടിക വരെ കുട്ടികൾക്ക് അറിയില്ല. 5 അർത്ഥം വെച്ച് മേപ്പോട്ട് വെക്കും, മനസ്സിലല്ലേ? പക്ഷെ നമ്മൾക്ക് അത് ഹിഫ്ദുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഷകൾ ഒരു മനുഷ്യന് സ്വായത്താക്കണമെങ്കിൽ അയാൾക്ക് ഒരുപാട് കവിതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അപ്പൊ ആ കവിതകൾ കൂമ്പാരം തന്നെ ഹിഫ്ദാക്കിയിരുന്ന ആളുകളുടെ മുമ്പിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് കേട്ടപ്പോ ആ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരെ അത്ഭുതപ്പെട്ടു പോകുന്ന ഭംഗി വിശുദ്ധ ഖുർആന്റെ. കാരണം ഇപ്പൊ വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന മനുഷ്യൻ അറബി സാഹിത്യത്തിലെ ഖുറൈശികളുടെ വലിയ സാഹിത്യ സാമ്രാട്ട് എന്ന് പറഞ്ഞ ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു മക്കത്തെ വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറ ഒരിക്കൽ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അയാൾ പറയും, വല്ലാഹി, പടച്ചോനെ തന്നെയാണ് സത്യം,
ഇന്ന ലിഖൗലിഹി ലഹലാവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് വലീദ് ബിൻ അവർ പറഞ്ഞേക്കാണ് മുശ്രിക്കീങ്ങൾ മുഹമ്മദിന് മറുപടി കൊടുക്കണമെന്നുണ്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഒതുക്കിയിട്ട് ഇവർ തൊള്ളിയും പൊളിച്ചിട്ട് നിൽക്കുകയാണ്. ഇതിന് ഒരു വല്ലാഹി ഇന്ന ലിഖൗലിഹി ലഹലാവ, പടച്ചോന്നത്തിനെയാണ് സത്യം, മുഹമ്മദ് ഓതിക്കൊണ്ടിരിക്കുന്ന വാചകത്തിന് ചില മാധുര്യമുണ്ട്. അതുപോലെ തന്നെ വൈന്ന അലൈഹി ലത്തലാവ, അതിന് ചില ഗാംഭീര്യമുണ്ട്. വൈന്നഹു ലമുസ്മിറുൻ ആലാഹു, അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല മുസ്മിറത്താണ്, എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായി നിൽക്കുന്ന വാചകങ്ങളാണത്. അതുപോലെ തന്നെ മുഖ്ദിഖുൻ അസ്ഫലഹു, അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള അല്ലെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമുള്ളതിൽ അതുപോലെ ഫലഭൂയിഷ്ടമാണ്. വൈന്നഹു ലയഅലു, നിശ്ചയമായിക്കൊണ്ടും ആ വാചകം അതിജയിക്കുക തന്നെ ചെയ്യും. ഒമാ യുഅല അലൈഹി, ആ വാചകത്തെ അതിജയിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒമാ ഇൻ ഹാദാ ബിഖൗലി ബശരിൻ, ഉറപ്പായിട്ടും എനിക്ക് പറയാൻ കഴിയും ഇത് മനുഷ്യന്റെ വാചകമല്ല. ഇതാരാ പറഞ്ഞറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ ഞങ്ങളുടെ അടുത്തുണ്ട് ആള് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് മുട്ടാൻ വേണ്ടി പറഞ്ഞേച്ച വലീദ് പറയാണ്, ഖുർആൻ കേട്ടപ്പം അവിടുത്തെ ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്ന വലീദ് പോലും വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ അതിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അബൂജഹൽ. അബൂജഹലിന്റെ പേര് അംർ ബിൻ ഹിഷാം എന്നാണ്. അബൂജഹലും അതുപോലെ തന്നെ അബൂ സുഫിയാനും. അബൂ സുഫിയാൻ അന്ന് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു. മക്കം ഫത്തിലാണ്, അദ്ദേഹം മുസ്ലിമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് ചില മക്കത്തെ ആളുകൾ കേട്ടു. അപ്പൊ അതിലിങ്ങനെ പ്രവാചകന്റെ ഓത്ത് കേട്ടിട്ട് ചില ആളുകൾക്ക് അതിൽ ആകൃഷ്ടരായി, മുസ്ലിങ്ങളായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകൻ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി നമസ്കരിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് അബൂജഹലും അബൂ സുഫിയാനും രഹസ്യമായി വരുന്ന കേൾക്കാൻ, അതിൻ്റെ ആ ഒരു ആകർഷണീയത്വം കൊണ്ട്. അപ്പൊ അബൂ സുഫിയാൻ വരുന്നത് അബൂലഹബ് അറിയില്ല, അബൂജഹൽ അറിയില്ല, അബൂജഹൽ വരുന്നത് അബൂ സുഫിയാനും അറിയില്ല. അപ്പൊ രണ്ടാളും പാത്തും പതുങ്ങിയിട്ട് വരിക. അങ്ങനെ എന്ത് ചെയ്തു? അവസാനം എന്താ വെച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഫലമ്മൽ തഖു ഇൻദ സബാഹി, കാരണം അവർ രണ്ടുപേരും കണ്ടുമുട്ടി. അങ്ങനെ പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്തു? അവർ പറഞ്ഞു തആഹദു അല്ലാ യഊദു ലിഅല്ലാ യഫ്തതിന ബിഹിം സഫ, ഇനി നമ്മൾ ഇന്നലെ പോയത് പോയി, ഇനി നമ്മൾ മേലാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നമ്മൾ കരാർ ഏർപ്പെടാം. ഇജ്ജും പോല ഞാനും പോകില്ല, ഇനി കേൾക്കാൻ പോകില്ലാന്ന്. പക്ഷെ എന്ത് ചെയ്തു? പിറ്റേന്ന് രാത്രി ആകുമ്പോ പിറ്റേന്നും പോവും. ഇങ്ങനെ എന്നും കരാറ് ഏർപ്പെടും, കരാർ ലംഘിക്കും. നിങ്ങൾ ആലോചിച്ച് ആരാണ് ഈ പോണത്? അബൂജഹലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അന്ന് അബൂ സുഫിയാനും പ്രവാചകന്റെ ശത്രുവായിരുന്നു. ഈ ശത്രുക്കളെ പോലും യഥാർത്ഥത്തിൽ ആകർഷിപ്പിക്കുന്ന ശൈലിയും ഇതൊക്കെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്കുണ്ട്. നമുക്കത് മനസ്സിലാകാത്തെന്നുള്ള വെച്ചാൽ നമുക്ക് അറബി ഭാഷ അറിയാത്തതുകൊണ്ടാണ്. അറബി ഭാഷയുടെ ഗാംഭീര്യവും അറബി ഭാഷയുടെ സൗന്ദര്യവും മനസ്സിലാക്കി ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പൊ അബൂ ഉബൈദ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു സംഭവത്തിൽ കാണാം, ഇപ്പൊ ഖുർആന്റെ ഭാഷ അതിന്റെ അസ്ലിയായിട്ടുള്ള അടിസ്ഥാനപരമായി കൊണ്ട് അറിയുന്ന ആളുകൾക്ക് ഖുർആൻ ചിലപ്പോൾ ഒറ്റ ആയത്ത് കേട്ടാൽ മതി. ഇപ്പൊ അദ്ദേഹം പറയാണ്, ഒരു അറാബിയായ മനുഷ്യൻ, അറാബിയ ഫലമ്മസ്തൈഅസൂ മിൻഹു ഖലസൂ നജിയ്യ എന്ന സൂറത്ത് യൂസുഫിൽ ആയത്തുണ്ട്. അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഭരണാധികാരിയായല്ലോ. അങ്ങനെ അവിടെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് സഹോദരന്മാർക്ക് വരികയാണ്. അങ്ങനെ ബിന്യാമീനെയും കൊണ്ട് വരികയാണ് അവർ. അങ്ങനെ ബിന്യാമീൻ ഇവിടെ പിടിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മത്തായിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് അവിടുത്തെ രാജാവിന്റെ അളവ് പാത്രം പിടിക്കപ്പെട്ട സംഭവമൊക്കെ അറിയാലോ. അങ്ങനെ ഇദ്ദേഹത്തിന് ബിന്യാമീന് പകരം ഞങ്ങൾ ഒരാളെ പിടിക്കണം എന്നവർ പറഞ്ഞു. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. അങ്ങനെ ഫലം ഖലസൂ നജിയ്യ,
ഈ ആയത്തൊരു മുസ്ലിം ഓതുന്നു കേട്ടപ്പോൾ ഒരു ആറാബി കൂടെ പോകുന്നുണ്ട്, തിരിച്ചു വന്നു. ആയത്ത് ഒന്നുകൂടി ഓതുകാർ. അങ്ങനെ ഫലം മസ്തൈ അസു ഖലസൂലജിയ, ഒന്നുകൂടി ഓതുകാർ. ഫലം മസ്തൈ അസു ഖലസൂലജിയ ആമൻതു. എന്നിട്ട് ആറാബി പറയാണ്, അഷ്ഹദു അന്ന മഖ്ലൂഖൻ ലാ യഖ്ദിറു അലാ മിത്ലി ഹാദൽ കലാം. ഞാൻ പടച്ചോനെ സാക്ഷി നിർത്തി പറയാണ്, ഒരു മഖ്ലൂഖിന്, ഒരു പടപ്പിന് ഇതുപോലത്തെ ഒരു വാചകം പറയാൻ കഴിയില്ല. എന്നൊരാൾ അവിടെ മുസ്ലിമാകാം. നമ്മളെത്ര ടോതിൻ്റെ ആയത്ത്. അതാണ് ഖുർആന്റെ ജദ്ദാബത്ത് നിറ പിടിച്ചു വലിക്കുന്ന ശൈലിയാണ്. ഇതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹിജ്റിലെ 94 ഫസ്ദ ബിമാ തുഅമർ എന്ന ആയത്ത് കേട്ടപ്പോ ഒരു അറാബി അവിടെ സുജൂദിൽ വീണുന്ന, ഫസ്ദ ബിമാ തുഅമർ എന്ന ആയത്ത് കേട്ടപ്പോൾ അവിടെ സുജൂദിൽ വീണു, അദ്ദേഹം മുസ്ലിമായി. അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിലെ തന്നെ 51-ാമത്തെ ആയത്ത്. ഇതൊക്കെ ഈ അറാബികളാട്ടോ. ഈ അറാബികളുടെ പ്രത്യേകത എന്താ വെച്ചാല് ശുദ്ധമായ അറബി ഭാഷ ആയിരിക്കും അവർക്ക് ഉണ്ടാകാം. ഈ നാട്ടറബിയും കാട്ടറബിയും ഉണ്ട്. നാട്ടുഭാഷയും അതുപോലെ തന്നെ എന്താ പറയുക ടൗണിലുള്ള ഭാഷയും വ്യത്യാസം ഉണ്ടാവും. അത് മറ്റു നാടുകളും മറ്റു ആളുകളുമായി കൊണ്ട് കൂടിക്കലരുമ്പോൾ എന്ത് ചെയ്യും? ഭാഷ വികൃതമാവും. അപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാഷ നിന്നൊക്കെ വ്യത്യസ്തമാവും. ഈ കാറും ബൈക്കും സ്വിച്ചും മോട്ടറും ഇതൊന്നും അല്ല നമ്മളതിനൊക്കെ പകരം വേറെ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മളെ ഭാഷ യഥാർത്ഥത്തിൽ ഈ ഇത്രയും ഫക്കീറാകാൻ കാരണം എന്താ? റോഡ്, കാറ്, ടാറ്, ഫ്ലോറ്, ബിൽഡിങ്, ഫാന്, സ്വിച്ച്, ഇതെല്ലാം എന്താണ്? ഇംഗ്ലീഷല്ലേ. ഇതൊക്കെ ഇംഗ്ലീഷുകാർ ഇവിടെ ഇട്ടു വെച്ചു. അപ്പൊ മലയാളത്തിൽ ഇതൊക്കെ മലയാളം ഇവിടെ മലയാളം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു ഭാഷയുടെ ആളുകൾ മറ്റൊരു ഭാഷയുമായി കൊണ്ട് കൂടിക്കരുമ്പോൾ ഈ ഭാഷ എന്താവും? ഇല്ലാതെ ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതേ സമയത്ത് ഈ അറബികളായിട്ടുള്ള തുജാറുകളായ ഗ്രാമവാസികളല്ലാത്ത പട്ടണവാസികളായ അറബികൾ മറ്റു നാട്ടുകാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് അവരുടെ ഭാഷ അത്ര ശുദ്ധാവില്ല. പക്ഷെ അറാബികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നാട്ടിലൊരു ബന്ധമില്ല. ഓലോല ഒട്ടകവും ആടും പാലും ഇതന്നെ ഓലായിട്ട് ബന്ധം. അതുകൊണ്ട് അവരുടെ ഭാഷ ശുദ്ധമായിരിക്കും. ഇപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദീഉ സമാവാതി വൽ അർദ്. ഈ ബദീഇന്റെ ശരിയായ പദം എനിക്ക് മനസ്സിലായത് ആര്? ഇബ്നു അബ്ബാസ് പറയാണ്, ഒരു ആറാബി വെള്ളം കോരുമ്പോൾ ചൊല്ലിയ ഒരു കവിതയിൽ നിന്നാണെന്ന്. അറാബി വെള്ളം കോരിയപ്പോൾ ഒരു കവിത ഇല്ലപ്പോ ആ കവിതയിൽ നിന്നാണ് ശരിക്കും അള്ളാഹ് പറഞ്ഞ ബദീഉ സമാവാതി വല്ലതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അപ്പൊ ഫസ്ത ബിമാ തുഅമർ എന്ന ആയത്ത് കേട്ടപ്പോ അറാബ് സുജൂദക്ക് പോയതാണ്. അതേപോലെ തന്നെ അൽ ആന ഹസ്ഹസൽ ഹഖ് എന്നൊരു പദം സൂറത്ത് യൂസുഫിൽ കേട്ടപ്പോ അറബി പറയാണ്, ഫഹാദ മാ ഹാദാ കലാമുൽ ബശർ, ഇതൊന്നൊരു മനുഷ്യന്റെ വാചകല്ല എന്ന് പറഞ്ഞാൽ അത്രയും ശത്രുക്കളുടെ മനസ്സിനെ പോലും പിടിച്ച് കുലുക്കിയ രൂപത്തിലായിരുന്നു വിശുദ്ധ ഖുർആന്റെ ഭാഷാ ശൈലി. ഇതിന് തുല്യമായിക്കൊണ്ടൊരു ഭാഷ കൊണ്ടുവരാൻ ഒരു സൂറത്ത് പോലും ഈ സാഹിത്യ ഭംഗിയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ സൂറത്തുൽ ഫീലിന് സൂറത്തുൽ ഫീൽ ഉണ്ടല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അപ്പൊ അതിന് പകരമായി കൊണ്ട് കൊണ്ടുവന്നു അൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ വലഹു ഖുർതൂമുൻ തവീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സൂറത്തുകൾ കൊണ്ടുവന്നു. അൽ ഫീലു ആന, വമാ അദ്റാക മൽ ഫീൽ, ആന എന്താ നിനക്കറിയോ, ലഹു ഖുർതൂമുൻ തവീൽ, അതിന് നല്ല നീണ്ട ഒരു തുമ്പിക്കൈ. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം എന്താ? അതിന്റെ ഒരു വാചകഘടനയും അതിന്റെ ഒരു ഫസാഹത്തും ഒട്ടും ആകർഷണീയം ഇല്ലാത്തൊരു കാര്യമാണ് ആ വാചകഘടന തന്നെ. അതുപോലെ വലിയ ആൾക്കാർ കൊണ്ടുവന്നതാ, മനസ്സിലല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഖുർആൻ പോലത്തെ അതിന്റെ വാചകഘടനയും ഭാഷാപരമായിട്ട് കാര്യം കൊണ്ടുവരാൻ സാധിക്കും. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ ഓരോ പദങ്ങളുടെയും അത്ഭുതകരമായ ഘടന നിറൻ ആ പദങ്ങൾ, അതിനേക്കാൾ നല്ലൊരു പദം അവിടെ ആപ്റ്റായ ഒരു പദം വേറെ ഉപയോഗിക്കാണ്ടാവില്ല. അത്രയും ഇപ്പൊ നമ്മൾ ഒരു ലേഖനം, ഇപ്പൊ എഡിറ്റർമാർ ലേഖനം എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന് പകരം വേറെ പദമാണ് ഇവിടെ വേണ്ടി. ഇത് ചിലപ്പോൾ എഡിറ്റർമാർ എഡിറ്റ് ചെയ്യും. എത്ര നല്ല എഴുതിയാലും, എത്ര നല്ല സാഹിത്യകാരൻ പുസ്തകം എഴുതി കൊടുത്താലും എഡിറ്റർമാർ എഡിറ്റ് ചെയ്യും. വിശുദ്ധ ഖുർആൻ ചില പദങ്ങളുണ്ട്. ഇപ്പൊ നോക്കിക്കോടി, സൂറത്തു മറിയമിന്റെ 4-ാമത്തെ ആയത്തിൽ കാണാം,
സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയാം. ഖാല റബ്ബി അന്നി ഇന്നി വഹനൽ അളു മിന്നി വസ്തഅല റഅസു ശൈബ. വസ്തഅല റഅസു ശൈബ. അവിടെ വസ്തഅല എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ഇസ്തഅല എന്ന് പറഞ്ഞ ശരിക്ക് ഈ കാടിനൊക്കെ തീ പിടിക്കണം ഇസ്തഅല എന്ന് പറയാം. അപ്പൊ അതായത് എനിക്ക് നര ബാധിച്ചു എന്ന് മൂപ്പര് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ തലമുടി നരച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ അസാബനി ഷെയ്ബ് എന്നല്ല അവിടെ പറഞ്ഞു, വസ്തഅല റഅസു ശൈബാന്ന് എന്ന് പറഞ്ഞാൽ എന്റെ നര വേഗത്തിൽ വ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചെന്താ വെച്ചാൽ, തീ കത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് പോലെ ഒരു കാടിനോ അല്ലെങ്കിൽ ഒരു ചമ്മലൊക്കെ തീ പിടിച്ച പെട്ടെന്ന് കത്തിത്തീരല്ലോ. അപ്പൊ എന്റെ നര വേഗത്തിൽ വ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നത് വസ്തഅല റഅസ്, തീ കത്തുന്നത് പോലെ എന്റെ നര കത്തുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും വേഗത്തിൽ അത് വ്യാപിക്കുക. അപ്പൊ ഒരു മനുഷ്യന്റെ, ഒരു സാഹിത്യകാരന്റെ മനസ്സിലൊന്നും ഉദിക്കാത്തൊരു പദപ്രയോഗമാണ് അത്. അതേപോലെ തന്നെ സൂറത്തു ത്വാഹയിൽ 71 ആയത്തിൽ കാണാം. അവിടെ ഫിർഔന് മുസ്ലിമീങ്ങളായ ആളുകളെ കുരിശിൽ തറച്ച് കൊന്നതിനെ പറ്റി പറയാം. അവിടെ പറഞ്ഞപ്പോ വല ഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ, വല ഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ. അവിടെ ശരിക്കും വല ഉസല്ലിബന്നക്കും അലാ ജുദൂഇൻ നഖൽ എന്നാ വേണ്ട. ശരിക്കും ഭാഷാപരം നമ്മൾ സിമ്പിൾ അറബി പറയുകയാണെങ്കിൽ അലയാണ് അവിടെ പ്രയോഗിക്കാം. പക്ഷെ വിശുദ്ധ ഖുർആനിലുള്ള ഫീ ആണ് പ്രയോഗിച്ചത് അവിടെ. ശരിക്കും ഫീ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം, അല എന്ന് പറഞ്ഞാലോ മുകളിൽ നിന്നാണ്. പക്ഷെ മുകളിൽ സാധാരണ എവിടെ തറക്കുക? ക്രൂശിക്കലോടെ മരത്തിന്റെ ഉള്ളിലല്ലല്ലോ. ഒരു കുരിശ് തകർച്ചിട്ട് മനുഷ്യനെ അതിന്റെ പുറത്താണ് ക്രൂശിക്കുക. പക്ഷെ ഇവിടെ അതിന്റെ ഉള്ളിൽ തറച്ചതുപോലെയാണ് ഫീ പ്രയോഗിച്ചത്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാല് അത്രയും വരിഞ്ഞു മുറുക്കി എന്ന് പറഞ്ഞാൽ ഓല ശരീരം അതിന്റെ ഉള്ളിൽ കണ്ട് കേറിക്കണ പോലെ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണ കെട്ടല്ല, ഫിറൗൻ കെട്ടി സാധാരണ ക്രൂശിക്കലില്ല. എന്ന് പറഞ്ഞാൽ ആ മരത്തിന്റെ മുകളിലാണ് അവർ നിൽക്കുന്നതെങ്കിലും ആ മരത്തിന്റെ ഉള്ളിലേക്ക് അവർ കയറി നിൽക്കുന്നത് പോലെ അത്രയും ശക്തമായ രീതിയിലുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കാനാണ് അള്ളാഹ് അവിടെ പറഞ്ഞത് ലവസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ. അവിടെ അല പറയാതെ എന്ന് അതിന്റെ പുറത്തല്ല, അതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ തറക്കുമെന്നാണ് ഫിറഔനോട് ഉദ്ദേശിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഓരോ പദപ്രയോഗവും അത്ര സൂക്ഷ്മമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി 5-ാമത്തെ കാര്യം, ഇനി പദങ്ങൾ മാത്രമല്ല, അക്ഷരങ്ങൾ പോലും, ഒരു വാവ് പോലും അല്ലെങ്കിൽ ഓരോ ഹർഫുകൾ പോലും ഖുർആൻ പ്രയോഗിച്ചത് അത്ഭുതകരമാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, വിശുദ്ധ ഖുർആൻ 5-ാമത്തെ കാര്യം സൂറത്തു സുമറിൽ കാണാം, വസീഖൽ ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ. അവിടെ ഉണ്ടല്ലോ, സത്യനിഷേധികളായ ആളുകൾ, കാഫിരികളായ ആളുകളെ നരകത്തിലേക്ക് അള്ളാഹു കൂട്ടം കൂട്ടമായി കൊണ്ടുവരും. എന്നിട്ട് ഹത്താ ഇദാ ജാഉഹാ, അവർ ആ നരകത്തിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ, അവരുടെ വാതിലുകൾ തുറക്കപ്പെടും. ഇനി അതിന് ശേഷമുള്ള ആയത്തിൽ വിശ്വാസികളെ കൊണ്ടുവരുന്നതിനെ പറ്റി പറയാൻ, വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇല ജന്നത്തി സുമറ, വിശ്വാസികളായ മുത്തഖീങ്ങളായ ആളുകളെ സ്വർഗത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരും. ആ കൊണ്ടുവരുമ്പോൾ ഹത്താ ഇദാ ജാഉഹാ, ആ സ്വർഗത്തിന്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വഫുതിഹത് അബ്വാബുഹാ, അവിടെ വാവുണ്ട്. നരകത്തെ പറ്റി പറഞ്ഞപ്പോ ഇതേ സംഭവം, വസീഖൽ ലദീന കഫറു ഇലാ ജഹന്നമ സുമറ ഹത്താ ഇദാ ജാഉഹാ ഫുതിഹത് അബ്വാബുഹാ. എന്നാൽ വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇല ജന്നത്തി സുമറ ഹത്താ ഇദാ ജാഉഹാ വഫുതിഹത് അബ്വാബുഹാ, അവിടെ വാവുണ്ട്. ഈ വാവിന് വാവു സാമിന എന്ന് പറയാം, വാവു സാമിന. അത് 8-ാമത്തെ കാര്യം പറയുമ്പോൾ ഒരു വാവ് പ്രയോഗിക്കുക. ഇത് ഖുർആനിലുള്ള ഒരു ശൈലിയാണ്, അറബി സാഹിത്യത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ശൈലിയാണ്. അതുകൊണ്ട് നരകത്തിൽ എത്ര വാതിലുണ്ട്? ലഹാ സബ്അതു അബ്വാബ്, 7 വാതിലുകളുണ്ട്. അപ്പൊ 7 വാതിലിനെ പറ്റി പറഞ്ഞപ്പോൾ വാവ് പറഞ്ഞില്ല, ഫുതിഹത് അബ്വാബുഹാ എന്ന് മാത്രം പറഞ്ഞു. സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? 8 വാതിലുണ്ട്. അതുകൊണ്ടാണ് വഫുതിഹത് അബ്വാബുഹാ എന്ന് പറഞ്ഞത്. 8 വാതിലിനെ കുറിക്കാൻ വേണ്ടി വാവ് സാമിന് പറഞ്ഞപ്പോൾ വഫുതിഹത് അബ്വാബുഹാ. ഇതേപോലെ തന്നെ സൂറത്തു കഹ്ഫിൽ കാണാം,
അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറഞ്ഞപ്പോൾ സയഖൂലുന സലാസത്തുൻ റാബിഉൻ കൽബുഹും വയഖൂലുന ഖംസത്തുൻ സാദിസുൻ കൽബുഹും റജമുൻ ബിൽ ഗൈബ് വയഖൂലുന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. അവിടെ വാവുണ്ട്. മറ്റൊടുത്ത് സയഖൂലുന സലാസത്തുൻ വറാബിഉൻ കൽബുഹും എന്നല്ല, സയഖൂലുന സലാസത്തുൻ റാബിഉൻ കൽബുഹും വയഖൂലുന ഖംസത്തുൻ സാദിസുഹും കൽബുഹും, പിന്നെ വയഖൂലുന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. കണ്ടോ, 8 പറഞ്ഞപ്പോൾ അവിടെ വാവിനെ പ്രയോഗിച്ചു. അപ്പൊ ഇതുപോലെ പിന്നെ ഓരോ പദപ്രയോഗത്തിൽ പോലും വിശുദ്ധ ഖുർആന്റെ സൂക്ഷ്മത. ഇനി മാത്രമല്ല, ആ വിശുദ്ധ ഖുർആന്റെ ഓരോ പദപ്രയോഗങ്ങൾ, ഓരോ ഹർഫുകൾ നോക്കണം. ആ ഒരു ചരിത്രം പറയുമ്പോൾ ആ ചരിത്രത്തിന്റെ സാഹചര്യം പോലും ഒപ്പിയെടുക്കുന്ന രീതിയിലുള്ള പദപ്രയോഗം. ഇപ്പൊ വിശുദ്ധ ഖുർആൻ സൂറത്ത് കഹ്ഫിൽ തന്നെ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമി ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമ്മൾ നടത്തിയ യാത്രയിലും മൂസാ നബി 3 സംഭവങ്ങൾ കണ്ടല്ലോ. കപ്പലിനെ പിളർത്തി, കുട്ടിയെ കൊന്നു, മതിൽ നേരെയാക്കി കൊടുത്തു. ഈ 3 മൂസാ നബി എന്ത് ചെയ്തു? ചോദ്യം ചോദിച്ചു. ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തിന്റെ പറഞ്ഞ ചോദ്യങ്ങളൊന്നും പാടില്ല, കേക്ക് അനുസരിക്കുക. അവസാനം എന്ത് ചെയ്തു? പിന്നെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? 2 ക്ഷമിക്കുള്ളൂ, 3-ാമത്തെ നമ്മൾ എന്ത് ചെയ്യും? പിരിയും. അങ്ങനെ 3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഹാദാ ഫിറാഖു ബൈനി വ ബൈനിക്. ഇന്ന് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബറ. അവിടെ അല്ലാഹു വിളിച്ച മാലം തസ്തതി എന്നാണ്. ഞാൻ നിനക്ക് ഈ 3 കാര്യത്തിന്റെ വിശദീകരണം പറഞ്ഞുതരാം. എങ്ങനത്തെ കാര്യം? മാലം തസ്തതി അലൈഹി സബറ. അത് പറയുമ്പോൾ നോക്കണം, മാലം തസ്തതി എന്നാണ് പറഞ്ഞത്. ഇനി 3 കാരണം എന്താ വെച്ചാൽ ഈ 3 കാര്യങ്ങളുടെയും വ്യാഖ്യാനം അറിയാൻ വേണ്ടി മൂസാ നബിക്ക് എന്താണ് അല്ല ബേജാരെ നിൽക്കരുത്. കുട്ടിനെ കൊന്ന് ഭക്ഷണം കിട്ടാത്ത നാട്ടിൽ പോയിക്കാണ്ട് മതിൽ ശരിയാക്കി കൊടുത്ത് നല്ല ആൾക്കാർ യാത്ര ചെയ്യുന്ന കപ്പൽ ഓട്ടയാക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം അറിയാൻ ആർക്ക് താല്പര്യമുണ്ട്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ താല്പര്യം കാണിക്കാണ്ട് മാലം തസ്തതി അലൈഹി സബ്ര എന്ന് പറഞ്ഞു. ഇനി 3 കാര്യത്തിന്റെ വ്യാഖ്യാനം ആര് പറഞ്ഞു കൊടുത്തു? ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ അതിനെപ്പറ്റി ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പറ്റി അള്ളാഹ് പറയാണ്, ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സബ്ര. അവിടെ താ പോയി. ആദ്യത്തെ താ 2ാമത്തിൽ എന്ത് ചെയ്തു? പോയി. എന്തുകൊണ്ട് പോയി? അതിന് മുഫസ്സിറുകൾ പറഞ്ഞത് വെച്ചാൽ ഇത് കേട്ടപ്പോ മൂസാ നബിക്ക് എന്തായി? കുറച്ച് സമാധാനായി. അപ്പൊ ഇനി താവിന്റെ ആവശ്യമില്ല. ഈ സമാധാനമില്ലായ്മയെ സൂചിപ്പിക്കാനാണ് ഒരു താ അവിടെ കൂട്ടി പറഞ്ഞത്. സമാധാനമായപ്പോ പിന്നെ എന്ത് വേണ്ട? താവിന്റെ ആവശ്യമില്ല. കണ്ടോ? അപ്പൊ ആ ഒരു സാഹചര്യത്തിന്റെ ശരിക്കന്റെ പിക്ചർ ശരിക്കും അടർത്തിയെടുക്കുന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ശൈലി. ഇനി നിങ്ങൾക്ക് സൂറത്ത് കഹ്ഫ് തന്നെ കാണാം. ദുൽഖർനൈൻ ഉണ്ടാക്കിയ മതിലിനെ കുറിച്ച് അന്ന് പറയാണ്, ഫമസ്താഉ അൻ യദ്ഹറുഹു വമസ്തതഉ ലഹു നഖബ. ഫമസ്താഉ അൻ യദ്ഹറുഹു വമസ്തതഉ ലഹു നഖബ. അതായത് പിന്നെ ദുൽഖർനൈൻ മതിലുണ്ടാക്കി കൊടുത്തതിനെ പറ്റി പറയും. ഫമസ്താഉ അൻ യദ്ഹറുഹു, അത് മതിൽ ചാടിക്കടക്കാൻ അവർക്ക് സാധിക്കുകയില്ല. വമസ്തതഉ ലഹു നഖബ, അതിന് ഓട്ട ഉണ്ടാക്കാനും അവർക്ക് സാധിക്കൂല. 2 സാധിക്കൂല എന്ന് പറഞ്ഞ്. പക്ഷെ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ താ കൂട്ടി പറഞ്ഞു, ഫമസ്താഉ അൻ യദ്ഹറുഹു വമസ്തതഉ ലഹു നഖബ. ഇതിന് മുഫസ്സിറുകൾ പറഞ്ഞാൽ എന്താ അറിയോ? ഒരു പക്ഷേ ഇവരെല്ലാവരും കൂടി പിന്നെ മോൾക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചാടിക്കടക്കാൻ അവർക്ക് സാധിച്ചേക്കാം ഒരു വേള. എന്നാൽ ഓട്ടുണ്ടാക്കണെ പറ്റി പറഞ്ഞപ്പോ താവ് കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞ എന്താ? ഒരു നിലക്കും കഴിയൂല, ഒരു നിലക്കും കഴിയൂല എന്ന് പറയാൻ വേണ്ടി അവിടെ താവിന് കൂട്ടി പറഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞേക്കാം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ചാടിക്കിടക്കനെ പറ്റി പറഞ്ഞപ്പോ താ ഇല്ലാതെ പറഞ്ഞു. നമ്മളെന്ന് വെച്ചാൽ ശുദ്ധ ഖുർആന്റെ അത്രയും സൂക്ഷ്മമായ പദപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ് ഖുർആനിൽ നടത്തിയിട്ടുള്ളത്. ഇനി 6ാമത്തെ കാര്യം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആന്റെ ചരിത്രം. ഇപ്പൊ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിതാബ് പോലും ഓതിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചരിത്ര കിതാബ് അറിയില്ല. പ്രവാചകൻ അഹ്ലി കിതാബിൽ നിന്ന് ചരിത്രം പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ വിശുദ്ധ ഖുർആനില് സൂറത്ത് യൂസുഫിലുള്ള ആ ചരിത്ര
പിന്നെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഈജിപ്തിന്റെ ചരിത്രം അങ്ങനെ തന്നെ കറക്റ്റായി വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. ഇപ്പൊ നോക്കിക്കോ, ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ഉണ്ടായത് ഈജിപ്തിലാണല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം പിന്നെ ഈ സഹോദരന്മാര് പൊട്ടക്കറ്റിലിട്ട് അങ്ങനെ അവര് യാത്രാ സംഘം എവിടെ യൂസുഫ് നബി വിറ്റത്? ഈജിപ്തിലാണ് വിറ്റത്. ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാങ്ങിയതാണ് ഇമ്രത്തുൽ അസീസ്. ഇമ്രത്തുൽ അസീസ് എന്ന് പറഞ്ഞാൽ, അസീസ് എന്ന് പറഞ്ഞാൽ മന്ത്രിയാണ് അവിടുത്തെ. ആ മന്ത്രിയുടെ ഭാര്യ അടക്കമുള്ള കുടുംബമാണ് വാങ്ങിയത്. ഇനി മാത്രമല്ല, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ പോയി. അപ്പൊ ജയിലിൽ പോയപ്പോ പിന്നെ സ്വപ്നം കണ്ടല്ലോ. ആരെ സ്വപ്നം കണ്ട്? ജയിൽവാസികളും സ്വപ്നം കണ്ടു, രാജാവ് ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ആ രാജാവിനെ കുറിച്ച് പറഞ്ഞു ഖുർആനിൽ, വഖാലൽ മലിക്കു ഇന്നി അറാ സബഅ ബഖറാത്തി സിമാനെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് വെച്ചാൽ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ള മിസ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഫിർഔൻ എന്ന പദം എവിടെയും ഖുർആനിലില്ല. അവിടൊക്കെ എന്താണ്? അസീസ്, മലിക്. അസീസ് എന്ന് പറഞ്ഞുള്ളത് അല്ലെങ്കിൽ മലിക് എന്നുള്ളത്. ഇനി കുറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആര് വരുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മിസ്റിന്റെ ഭരണാധികാരികളെ കുറിച്ച് മലിക് എന്നല്ല ഖുർആൻ പ്രയോഗിക്കുന്നത്, ഫിർഔൻ എന്ന് പ്രയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? അത് ഒരേ നാട്ടിൽ, ആ നാട്ടിലെ രണ്ട് കാലഘട്ടത്തിലെ ഭരണാധികാരികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുമ്പോൾ പദപ്രയോഗം നോക്കണം. അവിടെ പിന്നെ വഖാലൽ മലിക്കു ഇന്നി അറാ സബഅ, വഖാല ഫിർഔൻ എന്നല്ല, വഖാലൽ മലിക്കു ഇന്നി അറാ സബഅ ബഖറാത്തി സിമാൻ എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ ഇംറാത്തും വഖാല നിസ്വത്തും ഫിൽ മദീനത്തി ഇംറാത്തുൽ അസീസ് തുറാവിദ് ഫതാഹ. അവിടെ അവിടെ ഒന്ന് അസീസുമാണ്, ഒന്ന് മലിക്കുമാണ്. എന്നാൽ അതേ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പം അവിടെ വനാദാ ഫിർഔനു ഫീ ഖൗമിഹി എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ് സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചില ആളുകൾ പിന്നെ വൈരുദ്ധ്യമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമല്ല. അവിടെ വിശുദ്ധ ഖുർആന്റെ എജാസ് എന്ന് പറഞ്ഞാൽ ഇത് റസൂലുള്ളാഹിന്റെതല്ലാതെ 100% മനസ്സിലാക്കി തരുന്ന തെളിവാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോ ഗ്ലിഫിക് ലിപിയുടെ പുരാതനമായ ചരിത്ര ഗ്രന്ഥങ്ങൾ, അവശിഷ്ടങ്ങളിലൊക്കെ ചരിത്രങ്ങൾ പിന്നെ മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഹൈക്സോസ് കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്നത്. ഈ ഹൈക്സോസ് കാലഘട്ടം എന്ന് പറയണമെങ്കിൽ പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച കാലഘട്ടം ഈ ഹൈക്സോസ് ഭരണാധികാരികളാണ് മിസ്ർ ഭരിച്ചിരുന്നത്. ഈ ഭരണാധികാരികൾ ഈജിപ്തുകാരല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരൊന്നും ഇവിടെ ഭരണം നടത്തിയ പോലെ. അതായത് അവർ യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ ശരിയായ ഭരണാധികാരികൾ ആയിരുന്നില്ല. അവർ ആട്ടിടയന്മാരായിക്കൊണ്ട് ആ നാട്ടിലേക്ക് വന്ന് അവസാനം ആ നാടിന്റെ ഭരണം പിടിച്ചെടുത്തു. അവിടെ രാജാക്കന്മാരായവരാണ്. എന്നാൽ ശരിയായ മിസ്റിന്റെ ഭരണകൂടത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല അവർ. എന്നാൽ പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോഴോ ഈ ഹൈക്സോസ് ഈ ഭരണകൂടത്തെ അവർ നിഷ്കാസിതം ചെയ്യുകയും എന്നിട്ട് ശരിയായ മിസ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു? ഭരണത്തിൽ വരികയും ചെയ്തു. അപ്പൊ ശരിയായ മിസ്റിലെ ഭരണാധികാരികൾക്ക് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഫിർഔൻ എന്നുള്ളത്. ശരിയായ മിസ്റിലെ ഭരണാധികാരികൾക്ക് പ്രയോഗിക്കുന്ന പദപ്രയോഗമാണ് ഫിർഔൻ. അതേ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ആരായിരുന്നില്ല? അവിടുത്തെ ശരിക്കുള്ള ഭരണകൂടമായിരുന്നു. ഇതൊക്കെ ഇപ്പോഴാണ് ചരിത്രകാരന്മാർ ഇതൊക്കെ മനസ്സിലാക്കി കണ്ടെത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ പദപ്രയോഗം അവിടെ ഫിർഔൻ എന്നല്ല വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കണം, അവിടെ മലിക്കുന്നു അസീസും എന്നാണ്. പറഞ്ഞാൽ ആ രാജ്യത്തിലെ ഭരണാധികാരി നടത്തുള്ളൂ, ഒരു രാജാവ്. അതേ സമയത്ത് ഫിർഔന്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാകുമ്പോൾ അതെന്താണ്? ഫിർഔൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഇത് അത്രയും സൂക്ഷ്മമായ പദപ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്കറിയാം,
ഇപ്പൊ ഞാൻ പറഞ്ഞു 23 കാലഘട്ടത്തിനടക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ആ ഖുർആനിലെ ചില പദങ്ങൾ ചില പണ്ഡിതന്മാര് പിന്നെ ഒരു തനാസുബ് എന്ന് പറഞ്ഞാൽ വിപരീത പദങ്ങൾ, അഥവാ അതിനോട് യോജിക്കുന്നതോ അല്ലെങ്കിൽ വിപരീത പദങ്ങളോ ആയ കറക്റ്റ് ചെയ്യണം. അപ്പോ ദുനിയ എന്ന പദം 115 തവണ ഖുർആനിലുണ്ട്. ഹയാത്ത് ദുനിയ, ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ പോണത് കൊടുക്ക ആഖിറത്ത്ക്ക. അപ്പൊ ദുനിയാവ് 115 ആണെങ്കിൽ ആഖിറത്തും 115 തവണ ഖുർആനിലുണ്ട്. നിങ്ങൾ ആലോചിച്ചു, 223 കൊല്ലത്തിനിടക്ക് ഇറങ്ങിയ ഖുർആനിലാണ് ഈ ഒരു പദവും അതിന് സമാനമായ അല്ലെങ്കിൽ അതിന് എതിർപദമായി വരുന്ന കാര്യങ്ങൾ ഒരേ എണ്ണം വരികയാണ്. അതേപോലെ തന്നെ മലായിക്കത്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ 88 സ്ഥലങ്ങളുണ്ട്. അതേ സമയത്ത് ഷെയ്ത്താന്മാർ എന്നുള്ളതും 88 സ്ഥലങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹയാത്ത്, ജീവിതം, അത് 145 സ്ഥലത്ത് ഖുർആനിലുണ്ട്. ഹയാത്ത് എന്നുള്ള പദം. ഹയാത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? മൗത്തും ഇത്ര 145 സ്ഥലങ്ങളാണ് പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊക്കെ പിന്നെ ഇങ്ങനെ കുത്തിരുന്നിട്ട് എണ്ണി കണക്കാക്കി ഉണ്ടാക്കിയതല്ലല്ലോ. ഇതൊന്നും ഒരു മനുഷ്യന് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. ഇനി അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ യൗം എന്നുള്ള പദം ദിവസം 365 തവണ വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 365 തവണ യൗം എന്നുള്ള പദം. ഇതൊക്കെ നബി ഇങ്ങനെ കുത്തിരുന്നിട്ട് ദിവസത്തിന്റെ എണ്ണം നോക്കി ഖുർആനിൽ യൗം ഉണ്ടാക്കിയതല്ല. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ച് 23 കൊല്ലത്തിനടക്ക് യുദ്ധത്തിനും സമാധാനത്തിനും റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചുകൊണ്ട് പോലും ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ ഷെഹർ എന്നുള്ള പദം 12 തവണ. ഇതൊക്കെ യാദൃശ്ചികമല്ല. ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ എന്താ പറയാ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് ആ ഖുർആൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞത്. ഇനി അതേപോലെ തന്നെ ഖുർആന്റെ ശൈലിയുടെ ഒരു വ്യത്യാസം നിങ്ങൾ ആലോചിക്കും. ഇപ്പൊ ഒരു ഖിയാമത്ത് നാളിനെ പറ്റി പറയാ, ഒരു ശിക്ഷയെ പറ്റി പറയുമ്പോൾ ഒരു ശക്തമായ പദങ്ങളാണ് ഖുർആൻ പ്രയോഗിക്കുക. ഇപ്പോ കല്ല ഇതാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ആ പദം കേൾക്കുമ്പോ തന്നെ എന്തുണ്ടാവും? ആ ഒരു ഗാംഭീര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഖാഫ്, താ, സ്വാദ്, ജീം, ഈ ഒരു ഘനമുള്ള ശബ്ദമുള്ള പദങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹിന്റെ ശിക്ഷയെ പറ്റി പറയുമ്പോഴും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുമ്പ് കഴിഞ്ഞു പോയ ശിക്ഷയെ പറ്റിയൊക്കെ പറയുമ്പോൾ പ്രയോഗിക്കുക. അതേസമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറയുമ്പോൾ ഈ പദങ്ങളൊന്നും പ്രയോഗിക്കില്ല, ഖാഫൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ കാണാം സീന്, അതുപോലെ തന്നെ മീമ്, അതുപോലെ തന്നെ നൂന്. ഇപ്പൊ ഖുർആൻ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അവിടെ ഒന്നും ഖാഫും താവൊന്നും ഉണ്ടാവില്ല. അവിടൊക്കെ എങ്ങനത്തെ പദങ്ങളായിരിക്കും? ഇനി ഹർഫുൽ തർ എന്ന് പറഞ്ഞ ഒരു മെല്ലെ പറയാൻ പറ്റിയ പദങ്ങൾ, എന്താ പറയുക, നോർമലായ പദങ്ങളായിരിക്കും. പദങ്ങൾ ആലോചിക്കുക, അതിന്റെ ആ ഒരു പദത്തിൽ പോലും എന്തുണ്ട്? ഗാംഭീര്യമുണ്ട്. ഇനി 9ാമത്തെ കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാ? സൂറത്തുൽ അലഖ്. എത്ര ആയത്തിറങ്ങി? 5 ആയത്ത്. പിന്നീട് ഇറങ്ങിയത് ഏതാ? പിന്നെ ഇറങ്ങിയത് ബഖറ, സൂറത്ത് മുദ്ദസിർ. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹജർ. 5 ആയത്ത്. അപ്പൊ സൂറത്തുൽ അലഖും സൂറത്ത് മുദ്ദസിറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ഉണ്ടല്ലോ അല്ലേ? പിന്നെ മുസമ്മിൽ ഇറങ്ങി. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലേക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഒരു സൂറത്ത് കഴിഞ്ഞ് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറയും, ഒരു സൂറത്ത് ഇവർ 10 ആയത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഫീ സൂറത്തി കഥ ഒഫീ മൗദിഇ കഥ, ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്താണ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അല്ലാതെ ഒരു ആയത്തിങ്ങനെ തുടർച്ചയായിക്കൊണ്ട് ഇറങ്ങിയത് വളരെ ചുരുക്കമുള്ളൂ. ഇനി വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ നിങ്ങളാണ് ഈ 114 സൂറത്തുകളും തമ്മിൽ കണക്ഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? കാരണം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയ സൂറത്തുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇവര് പണ്ഡിതന്മാർ പറഞ്ഞു സൂറത്തുൽ ഫാത്തിഹയും സൂറത്തു ബഖറയും തമ്മിൽ ബന്ധമുണ്ട്. സൂറത്ത് ഫാത്തിഹ മക്കിയാണ്, സൂറത്ത്
ബഖറ എന്താണ്? മദനിയാണ്. മനസ്സിലായി? ഇതെന്താ ബന്ധം വെച്ചാൽ ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ എന്താണ്? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഹിദായത്തിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പൊ ഹിദായത്തുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ആരാണ്? മുഅ്മിനീങ്ങളാണ്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. അപ്പൊ കാഫിരീങ്ങളെ പറ്റി, മുഅ്മിനീങ്ങളെ പറ്റി, ഹിദായത്തിനെ പറ്റി. ഇതാണ് സൂറത്തുൽ ഫാത്തിഹന്റെ മൗദൂ. ഇനി സൂറത്ത് ബഖറ എടുത്ത് നോക്കി. തുടക്കത്തിൽ എന്താ ഉള്ളത്? ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. പിന്നെ ആരെ പറ്റിയാ പറഞ്ഞത്? മുത്തഖീങ്ങളെ പറ്റി പറഞ്ഞോട്. പിന്നെ ആരെ പറ്റിയാ പറഞ്ഞത്? മുനാഫിഖുകളെ പറ്റി പറഞ്ഞു. പിന്നെ കാഫിരീങ്ങളെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ ഒരു ശൈലി തന്നെയാണ് ഫാത്തിഹ സൂറത്തിന്റെ ഒരു തുടർച്ച തന്നെയാണ് ശരിക്കും അർത്ഥത്തിൽ എന്ത്, പിന്നെ സൂറത്തുൽ ബഖറ. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും സൂറത്ത് ഇസ്രാവും സൂറത്ത് കഹ്ഫും എടുത്തു നോക്കി. സൂറത്ത് ഇസ്രാന്റെ അവസാനത്തെ ആയത്ത് വഖുൽ അൽഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൽ ലഹു വലിയ്യുൻ മിനദ് ദുല്ലി വകബ്ബിർഹു തക്ബീറ. ഇതാണ് സൂറത്ത് ഇസ്രാന്റെ അവസാനത്തെ 17ാമത്തെ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത്. ആയത്തിൽ എന്താണ്? വഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് നീ പറയണം. അല്ലദീ, എങ്ങനത്തെ, ഏത് അല്ലാഹ്ക്ക് വേണ്ടി? അല്ലദീ ലം യത്തഖിദ് വലദൻ, അവൻ സന്താനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി, അവന്റെ അധികാരത്തിൽ മറ്റൊരാൾക്ക് പങ്കില്ല. ഇത് പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഇസ്രാ അവസാനിക്കുന്നത്. ഇനി സൂറത്തുൽ കഹ്ഫിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽഹു ഇവജ എന്ന് പറഞ്ഞിട്ട് ലിയുൻദിറ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇത്തഖദല്ലാഹു വലദാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ സൂറത്ത് ഇസ്രാ അവസാനിച്ചോടത്തുനിന്നാണ് എന്ത് തുടങ്ങുന്നത്? സൂറത്ത് കഹ്ഫ് തുടങ്ങുന്നത്. സൂറത്ത് മുഅ്മിനൂൻ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലൊക്കെ ഇറങ്ങിയതാണെങ്കിൽ പോലും ഈ സൂറത്തുകളിലും ഈ ആയത്തുകളും തമ്മിലുള്ള ഒരു ബന്ധം നമുക്കവിടെ കാണാൻ കഴിയും. ഇനി അതേപോലെ തന്നെയാണ് ഈ ഹുറൂഫുൽ മുഖത്തആത്ത്. നമുക്ക് ശുദ്ധ ഖുർആൻ തുടക്കത്തിലുള്ള പിന്നെ ഹുറൂഫുൽ മുഖത്തആത്ത് എന്ന് പറയും. ഹുറൂഫുൽ മുഖത്തആത്ത് എന്ന് പറഞ്ഞെങ്കിൽ അലിഫ് ലാം മീം ഇങ്ങനെ 14 പിന്നെ അറബിയിൽ എത്ര അക്ഷരം ഉണ്ട് ആകെ? എത്ര ഹർഫുണ്ട്? 28. ഹസൻ, മാഷാ അല്ലാഹ്. ഈ 28 ഹർഫുകൾ അറബിയിലുള്ളത്. അലിഫ് മുതൽ ലാമല്ലേ? അലിഫ് മുതൽ യാ വരെ. ഈ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളാണ്, ഇതിന്റെ നേർപകുതിയാണ് ഹുറൂഫുൽ മുഖത്തആത്തായിട്ട് വന്നിട്ടുള്ള ഖുറാനിൽ. 14 അക്ഷരങ്ങൾ. അലിഫ് ലാം അതുപോലെ തന്നെ മീം ഇങ്ങനെയുള്ള ഹർഫുകൾ. അത് പിന്നെ ഈ സൂറത്തുകൾ ഇതുകൊണ്ട് പിന്നെ പല സൂറത്തുകളും തുടങ്ങിയിട്ടുണ്ട് ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട്. ഈ ഹുറൂഫുൽ മുഖത്തആത്ത് കൊണ്ട് തുടങ്ങിയ സൂറത്തുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഹുറൂഫുൽ മുഖത്തആത്ത് കഴിഞ്ഞ് ഉടനുള്ള ആയത്തുകൾ ഖുർആനെ പറ്റിയായിരിക്കും അധികം. അതൊക്കെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പിന്നെ സൂറത്ത് ജാസിയ ഹാമീം തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹകീം. അപ്പൊ എന്താ പറയുക, ഇതിന്റെ ഒരു സൂചന എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഹുറൂഫുൽ മുഖത്തആത്ത് ഖുർആനിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഹർഫുണ്ട് ആയത്ത് ഒന്ന്, അല്ലെങ്കിൽ പിന്നെ 5 രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു ഹർഫുണ്ട്, 2 ഹർഫുണ്ട്, 3 ഹർഫുണ്ട്, 4 ഹർഫുണ്ട്, 5 ഹർഫുണ്ട്. അലിഫ് ലാം മീം സ്വാദ് ഖാഫ് നൂൻ ഒരു ഹർഫുണ്ട്. അതുപോലെ തന്നെ ത്വാഹ യാസീൻ ഹാമി 2 ഉണ്ട്. അലിഫ് ലാം മീം അലിഫ് ലാം റ 3 ഉണ്ട്. അലിഫ് ലാം മീം സ്വാദ് 4 ഉണ്ട്. അതുപോലെ തന്നെ കാഫ് ഹാ യ ഐൻ സ്വാദ് 5 ഉണ്ട്. ഇങ്ങനെ 5 രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 5 രീതിയിൽ വന്നിട്ടുള്ള 14 ഹർഫുകൾ, ഈ ഹർഫുകൾ കഴിഞ്ഞാൽ പിന്നെ ഖുറാനെ പറ്റി അവർ എന്ന് പറഞ്ഞാൽ ആ ഖുറാന്റെ ഈ അറബികൾ സംസാരിക്കുന്ന ഭാഷയുടെ ഇതേ ഹർഫുകൾ കൊണ്ട്, ഈ ഹർഫുകൾ തന്നെയാണ് വിശുദ്ധ ഖുറാൻ ഉള്ളത് കൊണ്ട് ധൈര്യം നിങ്ങളൊന്ന് കൊണ്ടുവരി എന്നൊരു വെല്ലുവിളി കൂടി അവിടെ ആ ഹുറൂഫിൽ ഉണ്ട്. ഇനി 11ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശുദ്ധ ഖുറാനിൽ കാണാൻ കഴിയും. അപ്പൊ നമുക്കറിയാം റോമയും പേർഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായി ജാഹിലിയ കാലഘട്ടത്തിൽ. അന്ന് പേർഷ്യക്കാര് റോമക്കാരെ തകർത്ത് തെരിപ്പണാക്കി. അപ്പൊ വിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തിൽ, കാരണം പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ മജൂസികളാണ്, എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകന്മാരാണ്. റോമക്കാരാരാണ്? അഹ്ലി കിതാബാണ്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായി അടുപ്പാരോടാ? അഹ്ലി കിതാബിനോടാ. ആ കാലഘട്ടത്തിൽ തൊട്ടോ
അതുകൊണ്ട് തന്നെ പിന്നെ മുശ്രിക്കുകൾ, മക്കത്തെ മുശ്രിക്കുകൾ വന്നിട്ട് പറഞ്ഞു, ഇതാ ഞങ്ങളെ ടീം നിങ്ങളെ വാക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, തകർത്ത് ശരിയാക്കിയാണ്. അടുത്തത് ആരാണ്? നിങ്ങളാണ്. അപ്പൊ ഈ ഭീഷണി ഇങ്ങനെ വരികയാണ് ആർക്ക്? മുസ്ലിമീങ്ങൾക്ക്. കാരണം വിഗ്രഹാരാധകരായിട്ടുള്ള മജൂസികള്, പേർഷ്യക്കാര് അഹ്ലു കിതാബിൽപ്പെട്ട റോമക്കാരെ പരാജയപ്പെടുത്തി. മുസ്ലിങ്ങൾ അഹ്ലു കിതാബിൽ വേദം നൽകപ്പെട്ടവരാണല്ലോ. അപ്പൊ ഇത് കണ്ടിട്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ വല്ല കൊമ്പെടുക്കുകയാണ് അവിടെ മക്കത്ത്. അപ്പോഴാണ് ആയത്തിറക്കണത്. എന്താണ്? റൂം ഫി ആദനിൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫി ബിദ്അ സിനീൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമക്കാരെന്ത് ചെയ്യും? പേർഷ്യക്കാരെ അതിജയിക്കും. ഇത് കേട്ടപ്പം മുശ്രിക്കുകളെ സംബന്ധിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും തകർന്ന് തരിപ്പണമായിട്ടുണ്ട് റോം. ഇനി അടുത്ത കാലത്തൊന്നും അവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന രീതി തലപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് ആള് വന്ന് മുശ്രിക്കുകള് പന്തയം വെക്കാണ്ട് വെച്ച്, ബെറ്റ് വെക്കാണ്ട് വെച്ച്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട് പറഞ്ഞു. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞ്, 4 കൊല്ലം കഴിഞ്ഞ്, 5 കൊല്ലം കഴിഞ്ഞ് ഒന്നും സംഭവിക്കണില്ല. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ അടുത്ത് നിന്ന്, നബി എന്താ അള്ളാഹ് പറഞ്ഞ ബിദ്അ സിനീൻ എന്നല്ലേ? 3 മുതൽ 9 വരെയുള്ള വർഷങ്ങൾക്കാണ് എന്താ പറയാ? ബിദ് പറയാ. ഈ വർഷം പൂർത്തിയാകുന്ന മുമ്പ് എന്ത് ചെയ്തു? റോമക്കാര് പേർഷ്യക്കാരെ അതിജയിച്ചു. നിങ്ങൾ ആലോചിക്കണം, വിശുദ്ധ ഖുർആൻ ഒരിക്കലും അന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആ കാര്യത്തെ കൃത്യമായിക്കൊണ്ട് പറയുകയും ആ ഖുർആൻ പറഞ്ഞ അതേ കണക്കിൽ തന്നെ എന്ത് ചെയ്തു? അവരെ പരാജയപ്പെടുത്തി. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മഴയാണതിനെ പറ്റി എങ്ങനെ പറയാ? ഇപ്പൊ 2 ദിവസം മുമ്പുണ്ട് എന്റെ പേപ്പറിൽ ശക്തമായ മഴ ഉണ്ടാവും. അന്ന് ആ മഴ വൈക്കലുണ്ടാവില്ല. ഇപ്പൊ റെഡ് അലേർട്ട് കൊടുത്ത അന്ന് നല്ല വെയിലേക്കാണ്. ഇതാ ഇപ്പൊ മനുഷ്യന്മാരുടെ പ്രവചനത്തിന്റെ അവസ്ഥ. വലിയ ശാസ്ത്രജ്ഞന്മാർ ഇതിനു വേണ്ടി മാത്രം ഗവൺമെന്റ് സാലറി കൊടുത്ത് മേപ്പോട്ടും തൊള്ളിയും കാട്ടി കുത്തിരിക്കുന്ന ടീമാ പോലെ. ഡോല് പറഞ്ഞ പ്രവചനാപ്പത് നിങ്ങൾ ആലോചിച്ചു. ആ സന്ദർഭത്തിലാണ് മനുഷ്യന്മാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പ്രവചനം നടത്തി അത് വിശ്വസിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇനി മാത്രം നമുക്കത് വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ ഇറങ്ങിയ സൂറത്താണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അതിൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി അള്ളാഹ് പറയാണ്, ഒരിക്കലും അബൂലഹബ് എന്താവൂല, മുസ്ലിം ആവൂല എന്ന് മാത്രമല്ല ഓരോരോ പെണ്ണുങ്ങളും നരകത്തിക്കാണ്. ഒമ്പറത്തും അമ്മാലത്തല്ലാത്തും. നിങ്ങൾ ആലോചിച്ച ഒരു എന്താ പറയാ, വാശിക്ക് പോലും അബൂലഹബിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? ഷഹാദത്ത് ചെല്ലാൻ തോന്നിയില്ലല്ലോ. ഉള്ളിൽ നിഫാക്ക് വെച്ചിട്ടെങ്കിലും തൊള്ളുണ്ടെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള തൗഫീഖ് അവന് കിട്ടിയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ അത്രയും കൃത്യമായ നിയമങ്ങളാണ്, ആ പദപ്രയോഗങ്ങളാണ്. ഇനി 12ാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആൻ കൂടുതൽ ദുഃഖിക്കണില്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ ജീവിത നിയമസംഹിതയാണ്. ഈ നിയമസംഹിതകളിൽ ഖുർആൻ പറഞ്ഞ ഒരുപാട് നിയമങ്ങളുണ്ട്, അഹ്കാമുകളുണ്ട്. ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു സമൂഹത്തിലും ഏതൊരു നാട്ടിലും ഏതൊരാൾക്കും പ്രാക്ടിക്കലാക്കാൻ പറ്റിയ പോസിബിൾ ആയ നിയമങ്ങൾ ഖുർആനിലുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആ ഒരു നിയമങ്ങൾ പറഞ്ഞാൽ ആ നിയമം ഒരു ഇരുമ്പൊലക്കല്ല ഇസ്ലാമില്. അതിന് ഇളവുകളുണ്ടാവും. അപ്പൊ നിസ്കരിക്കണമെങ്കിൽ ഉദു എടുക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം ഇല്ലാത്തവർക്ക് എന്താ? തയമ്മം ചെയ്താൽ മതി. അപ്പൊ ഇനി കുളിക്കേണ്ട അവസ്ഥ ഉണ്ട്, കുളിക്കലും വരെ തയമ്മം ചെയ്താൽ മതി. ഇനി നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടുന്ന ഒരു ഇസ്ലാമിന്റെ ഷർത്താണ്. ഇനി മുന്നിടാൻ കഴിയാത്തവര് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതി. എവിടേക്കാണ് അവൻ തോന്നുന്നത് അവിടേക്ക് നിസ്കരിച്ചാൽ മതി. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുടെ പ്രാക്ടിക്കൽ വശങ്ങൾ കാണാൻ കഴിയും. ഇനി മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമങ്ങൾ ഒരു ബുദ്ധിശൂന്യത നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ നമുക്ക് കാറിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് ഇടണം. ആര് സീറ്റ് ബെൽറ്റ് ഇടണം? മുന്നിരിക്കണവനും ഡ്രൈവർ ഇടണം. ബാക്കിരിക്കണവർക്കോ? അതപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഹെൽമെറ്റ് ബാക്കിരിക്കണം. ഇപ്പോഴല്ലോ ഒന്ന് ബൈക്കിന് ഹെൽമെറ്റ് ഇടണമെന്ന നിയമം എപ്പോഴല്ല ഒന്ന് അല്ലേ? ഓട്ടോറിക്ഷക്കാർക്ക് ഹെൽമെറ്റ് ഇല്ല. ഇനി മാത്രല്ല, നമ്മുടെ നാട്ടിലൊക്കെ മഞ്ചേരി കോഴിക്കോട് ബസ്സൊക്കെ പോണ നാട്ടിൽ ഞങ്ങള് ഒരു വിമാനം ഭൂമി കൂടെ പോകണമല്ല, അതിലാരെ സീറ്റ് ബെൽറ്റ് ഉണ്ടോ? ഒരു യാത്രക്കാരൻ സീറ്റ് ബെൽറ്റ് ഇല്ല. അപ്പൊ അതാണ് മനുഷ്യന്മാരുടെ നിയമങ്ങളുടെ ഒരു
മാത്രല്ല ഇവിടുന്ന് ഇപ്പം നമ്മുടെ കോടതികളിൽ നിന്നൊക്കെ വലിയ ക്രിമിനലുകളൊക്കെ രക്ഷപ്പെടണം എങ്ങനെ? മനുഷ്യന്മാരുണ്ടാക്കിയ നിയമത്തിന്റെ പഴുതു കൂടെ അവരൊക്കെ രക്ഷപ്പെടുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പഴുതും അതിനുണ്ടാവില്ല, ഒരു ന്യൂനത ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇസ്ലാമിൽ പറ കട്ടവന്റെ കൈ മുറിക്കണം, കട്ടവന്റെ കൈ മുറിക്കണം. ഈ കട്ടവന്റെ കൈ മുറിക്കണം എന്ന നിയമം കട്ടൊരാൾ കണ്ടു, സാക്ഷി കണ്ടു, അയാളുടെ കൈ മുറിച്ചു കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കുന്നിടത്ത് എന്തുണ്ടാവില്ല? കളവുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ പറയുക, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വ നാടത് അറിയാം. എവിടെ അറിയാം? മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന. ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ, ഇപ്പൊ സെർച്ച് ചെയ്തൊക്കെ. മോസ്റ്റ് സെക്യൂരിറ്റി, ഏറ്റവും ലേഡീസിന് ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏത് നട്ടപ്പാത്ത് എവിടെ എങ്ങനെ നടക്കാൻ പറ്റുന്ന സ്ഥലം റസൂലുള്ളാഹിന്റെ മദീനയാണ്. എന്താ അവിടെ മനുഷ്യന്മാരില്ലേ? അവിടെ മനുഷ്യന്മാരില്ലാണ്ടല്ല, അതവിടുത്തെ നിയമത്തിന്റെ, ഇസ്ലാമിന്റെ നിയമത്തിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? ആ ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് 100% ഇപ്പൊ ഇവിടുത്തെ 100% മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ പറ്റുന്നതും, സ്വീകരിച്ചു കഴിഞ്ഞാൽ 100% മുസ്ലിങ്ങൾ സുരക്ഷിതമാകുന്ന നിയമമാണ് ഇസ്ലാം. ഇപ്പൊ ഇവിടെ ഈ ഡൽഹിയിൽ ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടല്ലോ ബസ്സിൽ പോലെ, ഇതൊക്കെ വിധിച്ച വിധി വന്നല്ലോ ഒരു ഡൽഹി ബസ്സിൽ രാത്രി. അന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് സൗദി അറേബ്യയുടെ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരണം. വലിയ വലിയ ആൾക്കാരടക്കം പറഞ്ഞു, നമ്മുടെ സുരേഷ് ഗോപി അടക്കം പറഞ്ഞു. കാരണം എന്താ? അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ഇവിടെ സ്ത്രീ പീഡനം ഇല്ലാതൊക്കെ ഉള്ളൂ. കാരണം ഒരു പെണ്ണിനെ തൊട്ടാൽ അവന്റെ ജീവനാണ്ട് പോകുന്നുള്ളിടത്താണ് ഇസ്ലാമിൽ അതാണുള്ളത്. അന്യ സ്ത്രീയെ തൊട്ടാൽ അല്ലെങ്കിൽ അന്യ സ്ത്രീയുമായിക്കൊണ്ട് എന്തെങ്കിലും വ്യഭിചാരം മറ്റൊക്കെ ഉണ്ടെങ്കിൽ കർശനമായ നിയമം ഇസ്ലാമില്ല. ഓന് വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നാ. ഒരു ലക്ഷത് അതാബഹുമാ ത്വായിഫത്ത് മുമ്പ് ആ മുഅ്മിനീങ്ങളുടെ മുമ്പിലിട്ട് അവനെ എറിഞ്ഞു കൊല്ലണം. ഈ നിയമമുള്ളൂ. എന്റെ ജീവനാണ് പോകുന്നുണ്ടെങ്കിൽ ഓരോ തെറ്റിലേക്കാണ് പോകുന്നത്. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇപ്പൊ നമ്മുടെ നാട്ടില് പണ്ട് ആന്റണി ചാരായം നിരോധിച്ചല്ലോ. അവിടെ എന്തുണ്ടായത്? കുറച്ച് ചെപ്പത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് വെച്ചാൽ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കണം എന്നാ. എന്താ പൂർണ്ണം നിരോധിക്കാൻ കഴിയാത്ത? അത് കഴിയില്ല. അമേരിക്കയിൽ അബ്രഹാം ലിങ്കൻ മദ്യം നിരോധിച്ചു, അടിമത്തം നിരോധിച്ചതുപോലെ തന്നെ. അടിമത്തം അബ്രഹാം ലിങ്കൻ നിരോധിച്ചപ്പോൾ വലിയ കലഹലം അവിടെ ഉണ്ടായി. മുമ്പര നിയമം 1 മാസം കൊണ്ട് പിന്നെന്ത് ചെയ്തു? പിന്നെയും കൊണ്ടുവന്നു. എന്നാൽ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ ഘട്ടം ഘട്ടമായി ഇസ്ലാം അടിമത്തത്തെ ഇങ്ങനെ ഇല്ലാതാക്കി കൊണ്ടുവന്നു. മദ്യത്തെ ഇസ്ലാം 3 ഘട്ടമായിട്ട് കൊണ്ടുവന്നു. പലിശയെ 4 ഘട്ടമായി നിരോധിച്ചു. അതാണ് ഇസ്ലാമിന്റെ പ്രാക്ടിക്കൽ വശം എന്ന് പറഞ്ഞത്. അതല്ല ഒറ്റടിക്ക് ഇസ്ലാമിന്റെ കാഴ്ചപ്പെടുന്ന മനുഷ്യന്മാരുടെ മനസ്സ് മാറ്റിയിട്ട് നിയമം മാറ്റിയിട്ട് കാര്യമുള്ളൂ. മനസ്സ് മാറ്റിയിട്ട് നിയമം മാറ്റിയിട്ട് കാര്യമുള്ളൂ. അല്ല സർക്കാർ മാറിയോണ്ട് ആൾക്കാർ മാറില്ല. ശരി, പോലീസ് മാറിയോണ്ട് ആൾക്കാർ മാറും. ആളുകൾ മാറ്റിക്കഴിഞ്ഞ പിന്നെ സർക്കാരിന്റെ ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇനി മാത്രമല്ല, നമുക്കറിയാം ഇസ്ലാമിൽ സ്വത്ത് ഒരുക്കിടത്ത് പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് സ്വത്തില്ലായിരുന്നു. അവനവന് പറഞ്ഞ ന്യായം എന്താ വെച്ചാല്, പെണ്ണുങ്ങൾക്ക് എന്തിനാ പൈസ? വലാ യർക്കബൂനൽ ഖൈല വലാ യഹ്മിലുൽ കല്ല വലാ യദൂന അലൽ ഹിമ. അവർ യുദ്ധം ചെയ്യണില്ല, അവർക്ക് കുതിരസവാരി അറിയില്ല, ഒരു ഒട്ടപ്പുറത്ത് യാത്ര ചെയ്യൂല, അവർക്ക് പിന്നെ എന്തിനാ പൈസ എന്നാണ് അന്നത്തെ പ്രമാണിമാര് ചോദിച്ചിരുന്നത്. അന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്ത്രീകൾക്കും അവകാശമുണ്ട് അനന്തരാവകാശത്തിൽ. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പോഴും ക്രിസ്ത്യൻ മതത്തിലും അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിലൊന്നും ഇസ്ലാമിൽ സ്വത്ത് കിട്ടണ പോലെ പെണ്ണുങ്ങൾക്ക് ആർക്കും കിട്ടണില്ല. ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പോഴും അച്ഛനും അമ്മക്ക് സ്വത്തില്ല. ഒരു അസംഗം മരിച്ചാലേ അവന്റെ അച്ഛനും എൻ്റെ ഒരു സ്വത്തില്ല. അവിടെ ഇസ്ലാമിന്റെ ഈ നിയമത്തിന്റെ കാലികതയും മാനുഷികതയും നമുക്ക് മനസ്സിലാണ്. ഇസ്ലാമിൽ പെണ്ണിന് സ്വത്ത് കൊടുത്തു. പെണ്ണിന് സ്വത്ത് കൊടുത്തത് എവിടെ കൊടുത്തത്? ചില ആൾക്കാർ ആണിന്റെ ബോധി പെണ്ണിന്. അങ്ങനില്ല. പെണ്ണായതുകൊണ്ട് സ്വത്ത് കുറവ് കിട്ടൂല ഇസ്ലാമില്. അത് ശരിക്കും മനസ്സിലാക്കിക്കോളി. പെണ്ണായതുകൊണ്ട് ആണിന്റെ കുറവ് കിട്ടൂല. ഇസ്ലാമിൽ 3 മാനദണ്ഡങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ മയ്യത്തിലേക്കുള്ള അടുപ്പം, 2 തലമുറ വ്യത്യാസം, 3-മത്തത് ഉത്തരവാദിത്തം. മയ്യത്തിലേക്കുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ മയ്യത്തിന് വാപ്പിയുണ്ട്, വാപ്പാന്റെ അപ്പിയുണ്ട്.
അപ്പൊ ആർക്ക് സ്വത്ത് കിട്ടൂല? അപ്പാന്റെ അപ്പ കിട്ടൂല. അപ്പൊ മയ്യത്തിന് മകൻ കുട്ടികൾ. അതിപ്പം ഈ ഒരു വാപ്പ മരിച്ച്, ആ വാപ്പക്ക് 2 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. 2 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. 60 വയസ്സ് പ്രായമുള്ള ഒരു വല്യാപ്പിയുണ്ട്. 60 വയസ്സ് വരെയുള്ള ഒരു വല്യാപ്പിയുണ്ട്. ഇസ്ലാം സ്വത്ത് ഒരിക്കുമ്പോൾ ആർക്കാ തോന്നിട്ട്? ആ വല്യാപ്പ ഈ 2 വയസ്സുള്ള 2 ദിവസം പ്രായം കുട്ടിക്ക് എന്തിനാ പൈസ? വാപ്പാക്കല്ല വലിയ പൈസ ഉണ്ട്. വാപ്പാക്ക് 6 ഇട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്വത്താർക്ക? ഈ 2 മാസം പ്രായമുള്ള, ഈ 2 ദിവസം പ്രായമുള്ള മകനാണ്. മയ്യത്തിനോട് അടുപ്പമാണ് നമുക്ക്, മടുപ്പം തുല്യമാണെങ്കിൽ തലമുറ വ്യത്യാസം. ഈ അടുപ്പവും തലമുറയും ഒരുപോലെ ആണെങ്കിലാണ് ഉത്തരവാദിത്വം നോക്കുക. അപ്പൊ നോക്കിക്കോ, ഒരു മയ്യത്തിന് വാപ്പിയുണ്ട്, ഉമ്മയുണ്ട്, മകനുണ്ട്. അപ്പൊ എന്താട്ടാ? വാപ്പാക്കും ഉമ്മാക്കും എത്ര ഇട്ടുള്ളൂ അറിയോ? 6 ഇട്ടുള്ളൂ. വാപ്പയാകുന്ന പുരുഷനും ഉമ്മയാകുന്ന സ്ത്രീക്കും 6 ഇട്ടു. അവിടെ ആൺപെൺ വ്യത്യാസമല്ല. വാപ്പ ആണ് സ്ഥിതി കൂടുതൽ കൊടുക്കില്ല, അമ്മ പെണ്ണ് അത് കുറവും കൊടുക്കില്ല, രണ്ടാൾക്ക് തുല്യാണ്. അപ്പൊ ആൺപെൺ വ്യത്യാസമല്ല ഇസ്ലാമിൽ മാനദണ്ഡം. പിന്നെ ഇവിടെ വെച്ചാൽ ഇത് രണ്ടും തുല്യമാകുമ്പോൾ ഉത്തരവാദിത്വം നോക്കും. അപ്പൊ വലിയ റിജാലി അലൈഹിന്ന ദറജ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ എന്തുണ്ട്? ദറജ ഉണ്ട്. ഇതിന് പെണ്ണുങ്ങൾ കേട്ടുകൊണ്ട് ബേജാറാണ്ട. ഇത് അള്ളാന്റെ ഖുർആനല്ല. വലിയ റിജാലി അലൈഹിന്ന ദറജ. അതിന്റെ അർത്ഥം പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ദറജ ഉണ്ട്. അപ്പൊ പിന്നെ തുല്യോ? അതൊക്കെ അവിടെ അങ്ങാടി പോയി പറഞ്ഞാൽ മതി. തുല്യം എന്ന് പറഞ്ഞാൽ നീതിയിലാണ് തുല്യമുള്ളത്. വലിയ ശ്രദ്ധക്കുറക്കല്ലോ അതല്ല പറഞ്ഞല്ലേ, അതൊരിക്കലും തുല്യാവില്ല, അടിമുടി തുല്യാവില്ല. അപ്പൊ പറഞ്ഞ വെച്ചാൽ ഇസ്ലാമിന്റെ ഏത് നിയമം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ 100% 100% പ്രയോഗവൽക്കരിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി ഞാൻ ദീർഘിപ്പിക്കണം. ഇനിയിപ്പോ എന്താ വെച്ചാൽ 13ാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രം കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, പർവ്വതങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖാബിൽ അർദ് റവാസിയൻ തമീദ ബിക്കും വൽ ജിബാല ഔതാദ. പർവ്വതങ്ങൾ ആണിയാണ്. ഇപ്പൊ പർവ്വതങ്ങളെ സംബന്ധിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രം പറഞ്ഞെന്ന് വെച്ചാൽ ഇന്ന് ഖുർആൻ പറഞ്ഞ അതേ കാര്യം തന്നെ പർവ്വതത്തിന്റെ മുകളിലേക്കുള്ളതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ അടിയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന്റെ ജനനം, നമ്മൾ സുഹൃത്തു മുഴുവൻ വിശദീകരിച്ചു, ഒരു കുഞ്ഞിന്റെ ഓരോ ജനനത്തിന്റെ ഓരോ ഘട്ടങ്ങളും എംബ്രിയോളജി ഒന്നും റസൂലുള്ളാഹിന്റെ കാലത്ത് വികസിച്ചിട്ടില്ലാത്തൊരു സ്കാനിങ്ങോ എക്സ്റേ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ആ കുഞ്ഞിന്റെ ഓരോ അലക്കത്തും മുളത്തും അതുപോലെ ഇങ്ങനെ കൃത്യമായി വിശദീകരിച്ചു. അത് ഖുർആന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഗർഭപാത്രത്തിനെടുക്കും ഫീ ദുലുമാത്തിൻ സലാത്ത്, 3 ഇരുട്ടുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെ ശാസ്ത്രം കണ്ടെത്തി. അതുപോലെ തന്നെ സമുദ്രശാസ്ത്രം, ഓഷ്യാനോഗ്രാഫി എന്ന് പറയുന്ന സമുദ്രത്തെ പറ്റിയുള്ള പഠനം. നമ്മൾ മലപ്പുറത്ത് എം അക്ബർ ജബ്ബാർ നടന്ന സംഭവത്തിൽ എം അക്ബർ ഓതി ആയത്തുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ സൂറത്തും പിന്നെ നൂറിലായത്ത്. അതായത് സമുദ്രത്തിനിടയിൽ കൈ ഇങ്ങനെ പോലും പുറത്തിട്ടാൽ കാണാത്ത സമുദ്രത്തിൽ അടിയിൽ ഇരുട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡൈവിങ്ങിന് പോയി എഴുതിയ ആയത്തല്ലത്. സമുദ്രത്തിൽ ഡൈവിങ്ങിന് പോയിക്കണ്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ച് കണ്ട് അതിൽ പോയിക്കണ്ട് അബൂബക്കർ പറഞ്ഞുകൊണ്ട് പോയത് ആയത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദ്രത്തിൽ യാത്ര പോലും ചെയ്തിട്ടില്ല. സമുദ്ര തീരത്തിലൂടെ ഹിജ്റ പോയിട്ടുണ്ടെന്നല്ലാതെ സമുദ്രത്തിലൂടെ പ്രവാചകൻ യാത്ര ചെയ്തിട്ടില്ല. എന്നിട്ടാണ് പറയുന്നത് ഇതൊക്കെ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. അതുപോലെ തന്നെ 14ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വിശുദ്ധ ഖുർആൻ ഓതി നമുക്ക് മടുപ്പ് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, നമ്മള് ഇന്നത്തെ മനോരമ പേപ്പർ നാളെ വായിക്കോ? ഒരു പണിയില്ലാത്തവരും ഇന്നത്തെ വായിക്കും. ഇന്നത്തെ ന്യൂസ് പേപ്പർ നാളത്തെ വേസ്റ്റ് പേപ്പർ എന്ന് പറയാം, അത് വായിക്കൂല. ഇനിയിപ്പോ ഒരു നോവൽ നമ്മള് ഒരട്ടം വായിച്ചു കൂട്ടിക്കോ, ഏറിയെന്ന് ഒരട്ടം കൂടി വായിക്കും, ഏറിയ 2ാമത്തെ 3 വായിക്കും. ഒരു 10, 15, 100 ഒരു നോവലാണ് വായിച്ച അവന് തലക്കെന്ത് വേറെ പണിയില്ലായിരിക്കും. ഖുർആനുകൾ വായിച്ച ഒരു സൂറത്തിന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 17 തവണ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധം ഓതുന്നുണ്ട്. നമ്മൾ 17 തവണ നിർബന്ധമായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. ഇങ്ങനെ എത്ര ഓതിയാലും മടുപ്പ് വരാത്തൊരു ഗ്രന്ഥം എന്ന് പറഞ്ഞത് അത് അള്ളാന്റെ ഖുർആനിനുള്ളൂ. എത്ര കേട്ടാലും മടുപ്പ് വരാത്ത, എത്ര ഓതിയാലും മടുപ്പ് വരാത്ത, അതൊരു മനുഷ്യന്റെ കിതാബാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഒരു വാചകമാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ലേഖനമാണെങ്കിൽ, ഒരു മനുഷ്യന്റെ കവിതയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ അതിന്റെ ആസ്വാദനം ഉണ്ടാവും, പിന്നെ അത് ആസ്വാദനം കുറയും. അതുപോലെ തന്നെ 15ാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം.
15-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ വിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി പഠിച്ചവരൊക്കെ തന്നെയും ആ വിശുദ്ധ ഖുർആന്റെ അനുയായികളായി മാറി എന്നുള്ള. എന്ന് പറഞ്ഞാൽ വിമർശകന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വിശുദ്ധ ഖുർആനുണ്ട്. ഇപ്പൊ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ ഗാരി മില്ലർ എന്ന് പറയുന്ന കാനഡയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറി, അയാള് വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിലും ബൈബിളിലൊക്കെ വലിയ അറിവുള്ള ആളുകൾ. അയാൾ അവസാനം എന്താ വെച്ചാല് വിശുദ്ധ ഖുർആൻ എതിരാകാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ തകർക്കാൻ വേണ്ടി അവസാനം മുസ്ലിം ആകുന്ന അവസ്ഥ ഉണ്ടായി. ഇതുപോലെ നിങ്ങൾക്ക് അറിയാലോ, മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ആള്. മുഹമ്മദ് അസദത്തിന്റെ മുഴുവൻ ആദ്യത്തെ പേര് ലിയോ പോൾ വൈസ് എന്നാണ്. അയാള് ഓസ്ട്രേലിയയിൽ വലിയ പത്രപ്രവർത്തകരും ജൂതനായ അയാള് ഇസ്ലാമിനെ പറ്റി പഠിച്ച് വിമർശിക്കാൻ വേണ്ടി പശ്ചിമേഷ്യക്ക് വന്നതാണ്, ഇസ്ലാമിക രാജ്യത്ത് വന്നതാണ്. അങ്ങനെ ഇസ്ലാമിക രാജ്യത്തേക്ക് വന്നപ്പോഴാണ് പാശ്ചാത്യനായ അയാൾക്ക് ഇസ്ലാമിനെ പറ്റി ഉള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറുകയും അങ്ങനെ ഖുർആൻ പഠിക്കുകയും ആ ഖുർആനെ സംബന്ധിച്ച് പഠിച്ചെന്ന് മാത്രമല്ല, ദ മെസ്സേജ് ഓഫ് ദി ഖുർആൻ എന്ന് പറയുന്നിട്ട് ഇംഗ്ലീഷിൽ ഖുർആനെ ട്രാൻസ്ലേഷൻ വരെ അദ്ദേഹം എത്തി. അതാണ് മുഹമ്മദ് അസദ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. ഇയാളായിരുന്നു, ഒരു ജൂതനായിരുന്നു അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തെ വിമർശിക്കുന്ന ആളുകളെ പോലും ആ ഗ്രന്ഥത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു ശൈലി ശുദ്ധ ഖുർആനുണ്ട്. ഇനി നമുക്കറിയാം മർമഡി പിക്താൾ എന്ന് പറയുന്ന അയാൾ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനും പത്രപ്രവർത്തകനും ബ്രിട്ടീഷ് എഴുത്തുകാരനൊക്കെ ആയിരുന്നു. അങ്ങനെ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളെ പറ്റിയും ഖുർആനെ പറ്റിയും പഠിച്ച് അതിനെ വിമർശിക്കാൻ വേണ്ടി നടന്ന അദ്ദേഹം അവസാനം ഇസ്ലാം സ്വീകരിച്ചു. ദ മീനിങ് ഓഫ് ദ ഗ്ലോറിയസ് ഖുർആൻ എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്നും ആധികാരികമായ ട്രാൻസ്ലേഷൻ പിക്താളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. എന്നാൽ ഇവരൊക്കെ തന്നെയും ഇസ്ലാമിനെ പറ്റി പഠിച്ചത് മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയിൽ അസ്ഹർ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് പരിഭാഷ ഈ പിക്താളിന്റെ പരിഭാഷയായിരുന്നു. ഞാൻ പറഞ്ഞ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുന്ന, ഖുറാനെ പറ്റി പഠിക്കുന്ന ആർക്കും ആ ഖുറാന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് ഈ ശുദ്ധ ഖുറാൻ ഏറ്റവും വലിയ ദൈവികതയുടെ ഏറ്റവും വലിയ മോചത്തിന്റെ രൂപത്തിൽ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ഇത്രയും വിശുദ്ധമായ ഗേദഗ്രന്ഥം നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടായിട്ട് ഇപ്പൊ നമ്മൾ എത്രയാണ് ആ ഖുറാൻ പഠിക്കുന്നത്, എത്രയും മനസ്സിലാക്കുന്നത്, എത്ര പ്രാക്ടിക്കലാക്കുന്നത് നമ്മൾ ചിന്തിക്കട്ടെ. ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഖുറാൻ കേട്ട് അത്ഭുതത്തോടുകൂടി മുമ്പിൽ നിന്ന് മുശ്രിക്കിന്റെ ചരിത്രവും ആധുനികരായിട്ടുള്ള ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊക്കെ ചരിത്രം മുമ്പിലുണ്ട്. പക്ഷേ ഈ ഖുറാൻ പൈതൃകമായി അനന്തരമായി കിട്ടിയ 1-ാം ക്ലാസ്സിൽ തന്നെ ഖുറാൻ പഠിച്ചു വരുന്ന നമുക്ക് ഈ ഖുറാനിൽ എത്രമാത്രം സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, ഈ ഖുറാനുമായി നമുക്ക് എത്ര ബന്ധമുണ്ട്, ഇനി ഖുറാൻ പഠിക്കാൻ നമ്മൾ എത്ര താല്പര്യം കാണിക്കുന്നുണ്ട്. അത് ഹിഫ്ളാണെങ്കിലും അല്ലാത്ത മാനകളാണെങ്കിലും വ്യാഖ്യാനങ്ങളാണെങ്കിലും അത് എത്രമാത്രം നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ടെന്നാണ് ഞാനും നിങ്ങൾ ചിന്തിക്കണം. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് പറഞ്ഞില്ലേ, ആ ഖുർആനെ അവഗണിക്കുന്നൊരവസ്ഥ. ഈ ഖുർആൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് പറയാന്നല്ലാതെ ആ സംഭവം ഞമ്മക്കും കൂടി എന്താണ്, ഒരു സംഭവമാണ്. മനസ്സിലായേ? വേറുള്ളവർക്ക് മുശ്രിക്കുകളെ പറ്റി നമ്മളെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നതോടൊപ്പം തന്നെ ആ ഖുർആന്റെ കൂടെ നമ്മളും കൂടി ജീവിക്കുമ്പോഴേ, ആ ഖുർആന്റെ കൂടെ നമ്മളും കൂടി ഉണ്ടാകുമ്പോഴേ യഥാർത്ഥത്തിൽ ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കുള്ളൂ. ഇപ്പോൾ സഹാബത്തൊക്കെ ഖുർആൻ പഠിക്കുക വെച്ചാൽ 10 ആയത്ത് പഠിച്ചാൽ 10 ആയത്തെ അമലാക്കിയിട്ടാണ് അടുത്ത 10 ആയത്ത് പഠിക്കുക. എന്നാൽ 10 ആയത്തുള്ള എല്ലാ അമലുകളും ചെയ്തതിന് ശേഷമാണ് 10 ആയത്ത് പഠിക്കുക. അങ്ങനെയാണ് പ്രവാചകന്റെ സഹാബത്ത് ഖുർആൻ ഹദീസൊക്കെ പഠിച്ചത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ അനുയായികളാകാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കാരണം ഇതെല്ലാ ആളുകൾക്കും അള്ളാഹ് കൊടുക്കുന്ന തൗഫീക്കല്ല. കാരണം ഖുർആൻ കേട്ട എല്ലാവരും മുസ്ലിം ആയിട്ടില്ല, ഖുർആൻ ഓതി എല്ലാവരും മുസ്ലിം ആയിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഖുർആൻ പരിഭാഷ ഉണ്ട്. കോന്നിയൂർ രാഘവന്നാർ എഴുതിയ ഖുർആനിന്റെ മലയാളത്തിലുള്ള പദ്യം, ഖുർആന്റെ മലയാളത്തിലുള്ള പദ്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ അറബി ഭാഷയിലും മലയാള ഭാഷയിലും നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. പക്ഷെ അയാൾ മരിച്ചുപോയി, കാഫറായിട്ട് മരിച്ചുപോയി. വാണിദാസ് ഇളയാവൂർ എന്ന് പറഞ്ഞ ആൾ ഖുർആന്റെ മുമ്പിൽ വിനയാനിത് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആളാണ്. അവർക്ക് ഇപ്പോഴും അതിന് മുമ്പിൽ വിനയാനിതിനായി നിൽക്കാനേ കഴിഞ്ഞിട്ട് ഉള്ളിക്ക് കയറാൻ കഴിഞ്ഞില്ല. മനസ്സിലല്ലേ? അവരൊക്കെ ഖുർആൻ പഠിച്ചവരാണ്,
എന്നിട്ടും പിന്നെ അള്ളാഹിന്റെ തൗഫീഖ് കൂടി വേണം, മനസ്സിന്റെ ശുദ്ധതയും ഒക്കെ അള്ളാഹു നോക്കും. എമർജൻസിൽ നമുക്ക് അള്ളാഹിന്റെ കലാമിന്റെ അഹ്ലുകാരാകാൻ വലിയ തൗഫീഖ് ലഭിച്ചിരിക്കുന്നു. അള്ളാഹു നമുക്ക് നേരത്തെ തെരുമാറാവട്ടെ. ഈ ഖുർആന്റെ അഹ്ലുകാരായ അഹ്ലുൽ ഖുർആന്റെ ആളുകളായ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, അഹ്ലുൽ ഖുർആൻ ഹും ഖാസത്തുഹു, അള്ളാഹുവിന്റെ ഖുർആന്റെ ആളുകളാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകക്കാര്. ആ പ്രത്യേകക്കാരിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ കൂടുതൽ പഠിക്കാനും ജീവിതത്തിൽ പടർത്താനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളിത് രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹുവർക്കെല്ലാം പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നിലവരായ നമ്മുടെ മാതാപിതാക്കളും കുടുംബങ്ങളും അള്ളാഹുവർക്കെല്ലാം സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു അവരെ നമ്മെ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.